Hi everyone, welcome back. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മെഷീൻ ടൂൾസ് ആൻഡ് മെട്രോളജി സെമസ്റ്റർ 5 KTU മെക്കാനിക്കൽ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ മോഡ്യൂൾ 1 ആണ്. ആൻഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് മോഡ്യൂൾ 1 വിൽ ബി ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്, എൻറ്റയർ മോഡ്യൂൾ. ആൻഡ് ദ ഫസ്റ്റ് പാർട്ട് വി വിൽ ഡിസ്കസ് lathe completely, and in the second part we will discuss shaper, planer, slaughter, and the third part drilling. അപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഡയറക്ട്ലി വി വിൽ ഗോ ടു ദ ടോപ്പിക്സ്. ഓക്കെ, സോ ആസ് പെർ ദ സിലബസ് MET 307 സിലബസ് അനുസരിച്ച് ആക്ച്വലി സിലബസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സെക്ഷൻസ് ലൈക്ക് ദിസ് 1.1, 1.2, 1.3. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ ഇത്രയും പാർട്ട്, ദാറ്റ് ഈസ് ജനറൽ പർപ്പസ് മെഷീൻ ടൂൾസ് തൊട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേത്ത്, ഇതാണ് ആദ്യത്തെ സെക്ഷൻ. ആൻഡ് ഇൻ ദ സെക്കൻഡ് പാർട്ട് വി വിൽ ഡിസ്കസ് അബൌട്ട് ദിസ് വൺ, ഷേപ്പിംഗ്, പ്ലെയിനിങ്, സ്ലോട്ടിങ്. ആൻഡ് ദ തേർഡ് പാർട്ട് വി വിൽ ഡിസ്കസ് ഡ്രില്ലിംഗ്. ഓക്കെ, അപ്പോൾ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം, ടോപ്പിക്സിലേക്ക് പോകാം. So first we are going to discuss about general purpose machine tools. ബേസിക്കലി ഈ മെഷീൻ ടൂൾ എന്താണ്, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ. ഇതെല്ലാം ഈ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്തേക്കാം. ഇറ്റ് വിൽ ബി അവൈലബിൾ ഇൻ ദ ലിങ്ക്, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ മെഷീൻ ടൂൾ എന്ന് പറയുന്നത് എന്താണ്? മെഷീൻ ടൂൾ എന്തായിരിക്കും? ബേസിക്കലി ഇറ്റ്സ് എ മെഷീൻ ടൂൾ ഇസ് എ മെഷീൻ യൂസ്ഡ് ഫോർ ഷേപ്പിംഗ് ഓർ മെഷീനിങ് മെറ്റൽ ഓർ അതർ റിജിഡ് മെറ്റീരിയൽസ്. അപ്പോൾ ഒരു മെഷീൻ ടൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് 3 മാർക്കിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മെഷീനാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഷേപ്പിംഗ്, മെഷീനിങ്, എന്ത് വേണോ ചെയ്യാം. അപ്പോൾ അതിനെയാണ് മെഷീൻ ടൂൾസ്. ആ മെഷീൻ ടൂൾസിനെ പറ്റിയാണ് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മെഷീൻ ടൂളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൂളിനെ ഹോൾഡ് ചെയ്യണം, വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യണം, രണ്ടും തമ്മിലുള്ള റിലേറ്റീവ് മൂവ്മെൻറ്റ്സ് മെഷീൻ ടൂളിന് കൊടുക്കാൻ പറ്റണം, അതുപോലെ ഒരു പവർ കൊടുത്താൽ അത് വെച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റണം. ഇതൊക്കെയാണ് മെഷീൻ ടൂൾസിൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ്. ആൻഡ് ജനറൽ പർപ്പസ് മെഷീൻ ടൂൾ, ഞാനിത് ഇടാൻ കാരണം സിലബസിൽ ആദ്യം തന്നെ ജനറൽ പർപ്പസ് മെഷീൻ ടൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനിൽ എക്സാമ്പിൾ 1 മാർക്കിന് ചോദിക്കുകയാണ്, ലിസ്റ്റ് എനി 4 ടൈപ്സ് ജനറൽ പർപ്പസ് മെഷീൻ ടൂൾസ്. നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും എഴുതാം കേട്ടോ. ദെൻ ഫസ്റ്റ് വൺ, ഇമ്പോർട്ടൻറ്റ് വൺ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ ഈ സെഷനിൽ പഠിക്കാൻ പോകുന്നത് ലേത്താണ്. ഇപ്പോൾ ലേത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യമുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ മിക്കവാറുമുള്ള മെഷീൻ ടൂൾസ് ചോദിച്ചാൽ അതിനൊരു ഫിഗർ വരയ്ക്കണം. ഫോർ എക്സാമ്പിൾ ഇതെല്ലാം essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. മേ ബി ലൈക്ക് ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ 5 മാർക്ക് ഫിഗറിനും 5 മാർക്ക് എക്സ്പ്ലനേഷനും ആയിരിക്കും. അപ്പോൾ ഫിഗറിന് ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ ഫിഗർ മനസ്സിലാക്കുക. അപ്പോൾ ലേത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വരുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീറ്റ് ഫിഗർ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ ലേത്ത്. അപ്പോൾ ഈ ലേത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് നോർമൽ ലേത്ത് ചോദിച്ചാൽ ഇതാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് പറഞ്ഞുതരാം. ലെയ്ത്തിൽ ഇവിടെ ഏറ്റവും താഴെയും തുടങ്ങണം. ലെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 ലെഗ്സ് ഉണ്ട്. നമുക്ക് കാലുള്ളതുപോലെ തന്നെ ലെയ്ത്തിന് ലെഗുണ്ട്. ഇതാണ് ലെഗ്സ്. ആ ലെഗിനെയാണ് കോളം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? കോളം വരയ്ക്കണം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? കോളം വരച്ച് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി എബവ് ദാറ്റ് യു നീഡ് ടു ഡ്രോ ഈ ഒരു ബെഡ് വരയ്ക്കണം. ഇതാണ് ബെഡ്, ലെയ്ത്തിൻ്റെ ബെഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും വരെ വരും കേട്ടോ. ഇത്രയും പാർട്ടിനെയാണ് ബെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം കോളം വരച്ചു, ദെൻ ബെഡ് വരച്ചു. ഇനി ബെഡിനകത്ത് എന്താണ് ഉള്ളതെന്നാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ബെഡിനകത്ത് നോക്കിക്കേ, നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു പർട്ടിക്കുലർ എൻറ്റയർ അറ്റാച്ച്മെൻറ്റ്. ഇതിനെയാണ് ആക്ച്വലി പറയുന്നത് ക്യാരിയേജ് എന്ന് പറയുന്നത്. ക്യാരിയേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്യാരിയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ പാർട്ട് ഓഫ് ദ ലേത്ത് വിച്ച് ആക്ച്വലി ക്യാരീസ് ടൂളിനെ ക്യാരി ചെയ്യുന്നതിനെയാണ് ക്യാരിയേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ലേത്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഓപ്പറേഷൻസ് ഉണ്ടല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെഷീൻ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൂൾ ആക്ച്വലി യൂസ്ഡ് ഫോർ ഡൂയിങ് സം ഓപ്പറേഷൻസ്. അപ്പോൾ ഈ ടൂൾ ഞാൻ ക്യാരിയേജിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൂളിന് എന്തുണ്ടാവണം? മൂവ്മെൻറ്റ് ഉണ്ടാവണം. വെറുതെ ടൂൾ അവിടെ സ്റ്റേഷനറി ആയിട്ട് നിന്നാൽ പറ്റുമോ? ഇല്ല.
So definitely that particular tool should have some movement. And depending upon the workpiece in the requirement അനുസരിച്ച് ടൂളിൻ്റെ മൂവ്മെൻറ്റ് either it can be in this particular direction ആവാം, അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇൻടു ദ ബോർഡ് 3 dimensional മൂവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇൻടു ദിസ് പർട്ടിക്കുലർ സ്ലൈഡ്. അപ്പോൾ അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സും വയ്ക്കണം. ഇതെല്ലാം എന്തിലാണ് കൊടുത്തിരിക്കുന്നത്? ക്യാരിയേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഒരു പർട്ടിക്കുലർ വീൽ ക്യാരിയേജ് ആദ്യം നിങ്ങൾ വരയ്ക്കണം. ക്യാരിയേജ് വരയ്ക്കണമെങ്കിൽ ആദ്യം ഒരു റെക്ടാങ്കുലർ ബോക്സ് ഇതുപോലെ വരയ്ക്കുക. ദെൻ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ബോക്സ് വരയ്ക്കുക. ദെൻ അതിൻ്റെ മുകളിൽ ഒരു ലോങ് റെക്ടാങ്കുലർ ബോക്സ് വരയ്ക്കുക. എഗെയിൻ ഒരു ചെറിയ ബോക്സ്, അതിൻ്റെ മുകളിൽ എന്താണ് ഇത് വരയ്ക്കും. ഇതാണ് ആക്ച്വലി എന്താണ് ഈ വരച്ചിരിക്കുന്നതാണ് ടൂൾ. ഇതിൻ്റെ ഏറ്റവും മുകളിൽ കാണിച്ചിരിക്കുന്നതാണ് ടൂള്. ഇത് തൊട്ട് താഴെ കാണിച്ചിരിക്കുന്ന ടൂൾ പോസ്റ്റ്. ടൂളും ടൂൾ പോസ്റ്റും വെച്ചു. അത് സപ്പോർട്ട് ചെയ്യാനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുത്തു. ഈ റെക്ടാങ്കുലർ ബോക്സിനെ പറയുന്നതാണ് കോമ്പൗണ്ട് റെസ്റ്റ്. ഇതൊക്കെ നമ്മൾ ഇനിയും കമ്മിങ് സ്ലൈഡ്സിൽ പഠിക്കും കേട്ടോ. അപ്പോൾ കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സപ്പോർട്ടിങ് ദ ടൂൾ പോസ്റ്റ്. ടൂൾ പോസ്റ്റ് എന്ത് ചെയ്യുന്നു? ടൂളിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, കോമ്പൗണ്ട് റെസ്റ്റ് കണ്ടോ, ഇവിടെ ഒരു ഹാൻഡ് വീലുണ്ട്. ഈ ഹാൻഡ് വീൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ കോമ്പൗണ്ട് റെസ്റ്റ് ഇങ്ങനെ 360 ഡിഗ്രി റൊട്ടേഷനിൽ ഇങ്ങനെ കറക്കാം. അപ്പം അതിൻ്റെ മീനിങ് എന്താണ്? അതിനനുസരിച്ച് ടൂളും കറങ്ങും, ഇല്ലേ? അപ്പോൾ അതാണ് കോമ്പൗണ്ട് റെസ്റ്റ്. ഇനി ക്രോസ് സ്ലൈഡ് കണ്ടോ, ഇതിൻ്റെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്രോസ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ക്രോസ് ആയിട്ട് മൂവ് ചെയ്യണം, അല്ലേ? ക്രോസ് മൂവ് ചെയ്യണം. അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന സ്ലൈഡിനെയാണ്. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ എന്താ? ആക്ച്വലി ഇൻറ്റു ദിസ് പർട്ടിക്കുലർ സ്ലൈഡ് 3 dimensionലേക്ക് ഞാനിപ്പോൾ ഒരു ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യണം, ഇങ്ങോട്ടേക്ക്, ഇല്ലേ? ഈ ഡയറക്ഷനിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാനാണ് ക്രോസ് സ്ലൈഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ക്രോസ് സ്ലൈഡിനെ മൂവ് ചെയ്യാനാണിത് ട്രാവേഴ്സിങ് വീൽ വെച്ചിരിക്കുന്നത്, ഹാൻഡ് ട്രാവേഴ്സിങ് വീൽ എന്ന് പറയുന്നത്. അത് 2 എണ്ണം ഉണ്ട്, ഒന്ന് ക്യാരിയേജിനുമുണ്ട്, ഒന്ന് ഇതിനുമുണ്ട്. അപ്പോൾ ക്രോസ് സ്ലൈഡിനെ മൂവ് ചെയ്യാനുള്ള വീൽ ഇതും. ഇനി ക്യാരിയേജ് എങ്ങോട്ട് മൂവ് ചെയ്യും? എൻ്റയർ സെറ്റപ്പ് ക്യാരിയേജിലല്ലേ ഇരിക്കുന്നത്, ക്യാരിയേജിൻ്റെ ഡയറക്ഷനായി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് എന്തൊക്കെ മനസ്സിലാവും? ക്യാരിയേജിൽ ഒരു വീലുണ്ട്, ആ വീല് വെച്ചിട്ട് ക്യാരിയേജിനെ നമുക്ക് എലോങ് ദ ബെഡ് മൂവ് ചെയ്യാം. അതിലൊരു ക്രോസ് സ്ലൈഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ക്രോസ് സ്ലൈഡിനെ നമുക്ക് എക്രോസ് മൂവ് ചെയ്യാം. അതിൻ്റെ മുകളിൽ ടൂൾ പോസ്റ്റ് വെച്ചിട്ടുണ്ട്. ടൂൾ പോസ്റ്റ് എന്തിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്? കോമ്പൗണ്ട് റെസ്റ്റിൽ. അപ്പോൾ ആ കോമ്പൗണ്ട് റെസ്റ്റിനെ നമുക്ക് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. ആ ടൂൾ പോസ്റ്റിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? ടൂൾ. ഇത്രയും പറഞ്ഞു. ഇനിയും ഉള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ടൂൾ വരെ പറഞ്ഞു. ഇനി നമുക്ക് വർക്ക് പീസ് ഫിക്സ് ചെയ്യണം, അല്ലേ? വർക്ക് പീസ് എന്ന് പറഞ്ഞാൽ പല ഷേപ്പിലാവും. വർക്ക് പീസ് നല്ല ലോങ് സ്ലെൻഡർ ജോബ്സ് ആവാം, അല്ലെങ്കിൽ ഡയമീറ്റർ കൂടുതലുള്ള ജോബ്സ് ആവാം, ഇതെല്ലാം ആവാം. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ വർക്ക് പീസിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഉള്ള അറേഞ്ച്മെൻറ്റാണ് ഹെഡ് സ്റ്റോക്കും ടെയിൽ സ്റ്റോക്കും എന്ന് പറഞ്ഞ സെറ്റപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. ഹെഡ് സ്റ്റോക്കിന് വേറെ പർപ്പസും ഉണ്ട് കേട്ടോ, അത് പറയാം. അപ്പോൾ ഹെഡ് സ്റ്റോക്ക് ഓൾറെഡി കോൾഡ് ഗിയർ ബോക്സ്. അതെന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഹെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് അറ്റാച്ച്മെൻ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ടെയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഈ എൻറ്റയർ യൂണിറ്റിനെയാണ് ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ സംഭവത്തിനെ നമുക്ക് എടുത്ത് മാറ്റാം. ദിസ് ടെയിൽ സ്റ്റോക്ക് ഈസ് ആക്ച്വലി അനദർ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഈ ടെയിൽ സ്റ്റോക്ക് നമുക്ക് ബെഡിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ്. ഇനി എന്ത് ചെയ്യുന്നു? ഈ ടെയിൽ സ്റ്റോക്കിലും ഹെഡ് സ്റ്റോക്കിലും നിങ്ങൾ കൂർത്ത 2 അറ്റം കണ്ടിട്ടുണ്ട്, കണ്ടോ? ഈ 2 പാർട്ട് ടെയിൽ സ്റ്റോക്കിലും ഹെഡ് സ്റ്റോക്കിലും. ഓക്കെ, സോ അപ്പോൾ ഹെഡ് സ്റ്റോക്കിൽ നമ്മളിവിടെ ഒരു ഷാർപ്പ് ഇത് കണ്ടല്ലേ, ദിസ് വൺ. ഇത് രണ്ടും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിങ് ദ വർക്ക് പീസ്. അപ്പോൾ നമ്മളൊരു ലോങ് സിലിണ്ട്രിക്കൽ വർക്ക് പീസ് എടുത്താൽ, ലോങ് സിലിണ്ട്രിക്കൽ വർക്ക് പീസ് എടുത്ത് കഴിഞ്ഞാൽ, say for example, if I am just taking a cylindrical work piece like this, എന്ത് പറ്റും? ഈ ഷാർപ്പ് എൻഡ്സ് ഇവിടെ വന്ന് ഫിക്സ് ചെയ്യും. ടെയിൽ സ്റ്റോക്കും ഇവിടെ ഹെഡ് സ്റ്റോക്കും, ഇവിടെ എന്ത് പറ്റും? ടെയിൽ സ്റ്റോക്കും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ അറേഞ്ച്മെൻറ്റ് പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? സെൻറ്റേഴ്സ്. അപ്പോൾ ആ സെൻറ്റേഴ്സ് എല്ലാം നമ്മൾ പഠിക്കും, ടൈപ്പ് ഓഫ് സെൻറ്റേഴ്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്യുക. സോ ഹെഡ് സ്റ്റോക്കിലുള്ളതിനെ ലൈവ് സെൻറ്റർ എന്നും
ടെയിൽ സ്റ്റോക്കിനുള്ളതിനെ ഡെഡ് സെൻറ്ററും എന്നാണ് വിളിക്കുന്നത്. ബിക്കോസ് ഹെഡ് സ്റ്റോക്കിലാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, ഗിയേഴ്സ് കൊടുത്തിരിക്കുന്നത്. എന്തിനാണ് ഗിയർ കൊടുത്തത്? ആക്ച്വലി നമ്മളൊരു വർക്ക് പീസ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് പീസിനെ വി നീഡ് ടു റൊട്ടേറ്റ് ദ വർക്ക് പീസ്. ഇങ്ങനെ കിടന്ന് കറങ്ങണം വർക്ക് പീസ്, ഇതിൽ ഈ ആക്സിസിൽ കൂടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ ഈ എൻറ്റയർ യൂണിറ്റ് വർക്ക് പീസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന യൂണിറ്റ് കറങ്ങണം. കറങ്ങുമ്പോൾ എന്ത് പറ്റും, ആ സെൻറ്ററും കറങ്ങും. അതുകൊണ്ടാണ് ഹെഡ് സ്റ്റോക്കിലുള്ള സെൻറ്ററിനെ ലൈവ് സെൻറ്ററുമെന്നും ടെയിൽ സ്റ്റോക്കിലുള്ളതിനെ ഡെഡ് സെൻറ്ററുമെന്നും വിളിക്കുന്നത്. അപ്പോൾ ഹെഡ് സ്റ്റോക്കിൽ നമ്മളൊരു ഇവിടെ ഒരു സ്വിച്ച് കാണും, ഇവിടെ എവിടെയെങ്കിലും ഒരു സ്വിച്ച് കാണും. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഗിയേഴ്സ് ഓൺ ആകും, ആൻഡ് ഗിയറും ബെൽറ്റ് ഡ്രൈവ്സും ഉണ്ട്, ആൻഡ് ആക്ച്വലി ഇറ്റ് വിൽ ബി ഇൻ ഓപ്പറേഷൻ. ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് at particular center entirely ആ സ്പിൻഡിൽ എന്ന് പറഞ്ഞ ഒരു ഷാഫ്റ്റാണ്. ഹെഡ് സ്റ്റോക്കിൽ നിന്ന് വരുന്നൊരു ചെറിയൊരു ഷാഫ്റ്റ്, അതാണ് ഈ സെൻറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ സെൻറ്ററും കറങ്ങും, ആൻഡ് ദ എൻറ്റയർ വർക്ക് പീസ് വിൽ ബി റൊട്ടേറ്റഡ് സോ ദാറ്റ് ഇറ്റ് ഈസ് ഈസി ഫോർ മെഷീനിങ് ഓപ്പറേഷൻസ്, എസ്പെഷ്യലി ടേണിങ് ഓപ്പറേഷൻസ്. അപ്പോൾ ഹെഡ് സ്റ്റോക്കിലുള്ളത് ലൈവ് സെൻറ്ററും ടെയിൽ സ്റ്റോക്കിലുള്ള ഡെഡ് സെൻറ്ററും. ആൻഡ് ആക്ച്വലി ടെയിൽ സ്റ്റോക്കിൽ പിന്നെ നിങ്ങൾക്ക് കാണാം, ടെയിൽ സ്റ്റോക്ക് ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ആണ്, ഇത് വരയ്ക്കുക. പിന്നെ ടെയിൽ സ്റ്റോക്കിലൊരു ഹാൻഡ് വീലുണ്ട്. ഹാൻഡ് വീൽ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഈ സെൻറ്റർ ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് ലെങ്ത് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതാണ് ഒരു പ്രത്യേകത. ഇനി ഒരു 2 പാർട്സും കൂടെ ഉണ്ട്. നമുക്ക് ബെഡിൽ ഒരു ഫീഡ് ബോക്സ് കാണാം, ഫീഡ് ബോക്സ്. അപ്പോൾ ഫീഡ് ബോക്സിൽ കൂടെ 2 ലോങ് ഷാഫ്റ്റ് കാണാം, ഒന്നിതും ഒന്നിതും. ഇവിടെ ഇങ്ങനെ വരച്ചിരിക്കുന്നത് ത്രെഡഡ്, അതായത് ത്രെഡഡ് എന്ന് പറഞ്ഞാൽ ത്രെഡ്സ് അറിയത്തില്ലേ, സ്ക്രൂവിലുള്ളതുപോലെ. ആ ത്രെഡഡ് റോഡും ഒന്നെന്ന് പറയുന്നത് നോർമൽ റോഡുമാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ എപ്പോഴും ലെയ്ത്തിൽ വർക്ക് ചെയ്യുമ്പം ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ഓപ്പറേറ്റർ കാണും അല്ലേ. ചില ഓപ്പറേഷൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കായി ഇടാം, ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യാം. ആ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഫീഡ് ബോക്സ് വഴി 2 സ്ക്രൂസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആക്ച്വലി ഒന്നെന്ന് പറയുന്നത് ഫീഡ് ബോക്സിൽ നിന്ന് വരുന്ന ത്രെഡ് ചെയ്യാത്ത റോഡിനെ ഫീഡ് റോഡെന്നും, രണ്ടാമത് ത്രെഡ് ഉള്ളതിനെ ലീഡ് സ്ക്രൂ എന്നും പറയും. അപ്പോൾ ത്രെഡ് ഉള്ളത് ലീഡ് സ്ക്രൂ ഓർത്തോണേ, കാരണം ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കാം വാട്ട് ഈസ് മീൻ ബൈ ലീഡ് സ്ക്രൂ. അപ്പോൾ ലീഡ് സ്ക്രൂവിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ത്രെഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡൂയിങ് ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷൻസ് ഇൻ ലെയ്ത്ത്. അപ്പോൾ അതൊരു ത്രെഡഡ് റോഡാണ്, അത് ഫീഡ് ബോക്സുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫീഡ് ബോക്സ് വരുന്ന എന്ത് പറയുന്നു, ലീഡ് സ്ക്രൂ ഡയറക്റ്റ്ലി കാരേജുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ കാരേജിനായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വി ക്യാൻ കൺട്രോൾ ദ മൂവ്മെൻറ്റ് ഓഫ് ദ ടൂൾ അക്കോർഡിംഗ്ലി വെൻ ദ ലീഡ് സ്ക്രൂ ഈസ് എൻഗേജ്ഡ്. അപ്പോൾ ലീഡ് സ്ക്രൂ എൻഗേജ് ചെയ്യുന്നതിൻ്റെ ആ മെക്കാനിസം ഫീഡ് ബോക്സിനകത്തായിരിക്കും ഇരിക്കുന്നത്, അത് നമുക്ക് ഇൻ ഡീറ്റെയിൽ പഠിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഫീഡ് റോഡ് എന്ന് പറഞ്ഞാൽ ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് ഫീഡ് ചെയ്യാൻ, അതായത് ഒരു ടൂളിനെ നമ്മളൊരു പർട്ടിക്കുലർ, അതായത് നമ്മളൊരു ടൂള് ജോബിലേക്ക് അപ്രോച്ച് ചെയ്യുക, എത്രത്തോളം ആദ്യം കട്ട് കൊടുക്കണം ഇല്ലേ. ഇപ്പോൾ ഒരു 5 mm ഹൈറ്റ് ഉണ്ടെങ്കിൽ എത്ര റിമൂവ് ചെയ്യണം ഇനിഷ്യലി, മേ ബി 0.5 mm ആണോ 1 mm ആണോ, അതാണ് ഫീഡ് എത്രത്തോളം അതിനെ അകത്തോട്ടേക്ക് കൊടുക്കണം, അതാണ് ഫീഡ് ആൻഡ് ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഫീഡ് റോഡ് ഈസ് യൂസ്ഡ് ടു ഗിവ് ദ ഫീഡ് ഓഫ് ദ ടൂൾ, ആൻഡ് ലീഡ് സ്ക്രൂ എന്ന് പറയുന്നത് ബേസിക്കലി യൂസ് ടു എന്താണ്, ടു കട്ട് ദ ത്രെഡ്. അപ്പോൾ ഇത്രയുമാണ് ലെയ്ത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ ലെയ്ത്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീറ്റ് ഫിഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഓക്കെ, ഇനി എഴുതിയിരിക്കുന്നതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ കാരണം ലെയ്ത്തിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻസ് എല്ലാം അങ്ങ് പഠിക്കണമെന്നല്ല, സിലബസിൽ കൊടുത്തിരിക്കുന്ന മാത്രം പഠിച്ചാൽ മതി. ബേസിക്കലി ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് വായിച്ച് നോക്കുക. ഞാൻ നിങ്ങൾക്ക് റിലവൻ്റ് ആയിട്ടുള്ള സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. ഇത് നോട്ട്സ് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ലെയ്ത്ത്, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ലെയ്ത്ത് ഒക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ഓരോ സ്ലൈഡിലും ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ബെഡ് എന്താണ്, ഹെഡ് സ്റ്റോക്ക് എന്താണ്, വായിച്ച് നോക്കുക. ഓക്കെ, ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സമയം കളയണ്ടല്ലോ. ദെൻ ബെഡിനെ പറ്റി കൊടുത്തിട്ടുണ്ട്, ബെഡ്. അപ്പോൾ ഈ ബെഡിൽ ഇവിടെ ഈ ഒരു ഫിഗർ കണ്ടാൽ മനസ്സിലാവും ലെയ്ത്ത് ബെഡ് എന്ന് പറയുന്നത് പല ക്രോസ് സെക്ഷൻസിൽ അവൈലബിൾ ആണ്.
അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ബോക്സ് ടൈപ്പ് ക്രോസ് സെക്ഷനിലുള്ള ഒരു ബെഡിനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബെഡിൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ എന്തൊക്കെ ഹൗസ് ചെയ്തിട്ടുണ്ട്. ഹെഡ് സ്റ്റോക്ക് ഉണ്ട്, ടെയിൽ സ്റ്റോക്ക് ഉണ്ട്, ക്യാരിയേജ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വായിച്ച് നോക്കി വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളോട് ചേർത്ത് വെച്ച് എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇനി ഇതെല്ലാം എഴുതണമെന്ന് പറയുന്നില്ല, ജസ്റ്റ് ഫോർ യുവർ റെഫറൻസ് കേട്ടോ. ബെഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇനിയും ചിലപ്പോൾ ബെഡ് മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗർ, മുകളിലത്തെ ഒരു ഫിഗർ മാത്രം വരച്ചിട്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. പിന്നെ ഹെഡ് സ്റ്റോക്ക് അസംബ്ലി ഞാൻ പറഞ്ഞില്ലേ, ഹെഡ് സ്റ്റോക്ക് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഹെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിലേക്കാണ് ഈ ത്രെഡഡ് എൻഡ് കയറ്റി വയ്ക്കുന്നത്. ബോക്സിനകത്ത് എന്ത് കാണും? ഇതുപോലെ ഇൻറ്റേർണൽ ത്രെഡ്സ് കാണും. അപ്പോൾ ഇത് അങ്ങോട്ടും കയറ്റി വയ്ക്കും. അപ്പോൾ ഫിക്സ് ചെയ്യും. അപ്പോൾ ഫിക്സ് ചെയ്ത് നമ്മൾ ഏറ്റവും വെളിയിൽ കണ്ട എന്തായിരുന്നു? ഹെഡ് സ്റ്റോക്കിൻ്റെ അവിടെ സെൻറ്റർ. ഓക്കെ. അപ്പോൾ ഹെഡ് സ്റ്റോക്ക് അസംബ്ലി ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹെഡ് സ്റ്റോക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് സ്റ്റോക്കിൻ്റെ ഈ എൻറ്റയർ തിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു സാധനം എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു സ്പിൻഡിൽ കണ്ടില്ലേ, അതാണ് കേട്ടോ. പിന്നെ അതുപോലെ ടെയിൽ സ്റ്റോക്ക് യൂഷ്വലി ഈ ഒരു ഫിഗർ വരയ്ക്കേണ്ട. ടെയിൽ സ്റ്റോക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ലെയ്ത്തിൽ നേരത്തെ കണ്ട ഫിഗറില്ലേ, റൈറ്റ് എൻഡിൽ ആ ഒരു ടെയിൽ സ്റ്റോക്കിൻ്റെ അറ്റാച്ച്മെൻറ്റ് വരച്ചാൽ മതി. പക്ഷേ ഇത് പറയാൻ കാരണം ടെയിൽ സ്റ്റോക്കിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാനാണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല കേട്ടോ, വായിച്ചു നോക്കുക. സിമിലർലി ക്യാരിയേജ് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ക്യാരിയേജിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളത്, ക്യാരിയേജിൽ എന്തൊക്കെയുള്ളത് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഓക്കെ. ദെൻ ക്യാരിയേജിലുള്ള കാര്യങ്ങളാണ്. ക്യാരിയേജ് ദെൻ ഈ ഒരു കാര്യങ്ങൾ, അതായത് സാഡിൽ എന്താണ്, ക്രോസ് സ്ലൈഡ് എന്താണ് യൂസ് ചെയ്യുന്നത്, കോമ്പൗണ്ട് റെസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സാഡിലിൻ്റെ എൻറ്റയർ തിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടൂൾ പോസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടൂൾ പോസ്റ്റ്, ഇത് സാഡിലല്ല കേട്ടോ, ഇത് ടൂൾ പോസ്റ്റാണ്. സോറി. ടൂൾ പോസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം വായിച്ചു നോക്കുക, ജസ്റ്റ് ഫോർ യുവർ റെഫറൻസ്. ഇനി ഏപ്രൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല. ഏപ്രൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എൻറ്റയർ യൂണിറ്റ്, ക്യാരിയേജും നമ്മുടെ അതിന് മുകളിലുള്ള ക്രോസ് വീലും എല്ലാത്തിനെയും കൂടെ ചേർന്ന് ആണ് ഏപ്രൺ എന്ന് പറയുന്നത്. ഏപ്രൺ ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല എന്ന് പറയരുത്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഓക്കെ. ഇനിയും ദെൻ മേജർ പാർട്സ് ഓഫ് എ സെൻറ്റർ ലെയ്ത്തിൽ ദെൻ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ദ ടൂൾ റിലേറ്റീവ് ടു ദ വർക്ക്. നേരത്തെ പറഞ്ഞതുപോലെ ടൂളിൻ്റെ മൂവ്മെൻറ്റ് വർക്ക് പീസുമായി റിലേറ്റീവായിട്ട് ഉള്ള മൂവ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? ഫീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലെയ്ത്തിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് ഉണ്ട്? നേരത്തെ പറഞ്ഞ പോലെ ലോഞ്ചിറ്റ്യൂണൽ മൂവ്മെൻറ്റ് ഉണ്ട്, ക്രോസ് മൂവ്മെൻറ്റ് ഉണ്ട്, പിന്നെ കോമ്പൗണ്ട് റെസ്റ്റിൽ ആംഗുലർ മൂവ്മെൻറ്റ് 360 ഡിഗ്രി കറക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, ഫീഡ് റോഡിൻ്റെ പർപ്പസ് ഓൾറെഡി പറഞ്ഞു. ട്രാൻസ്മിറ്റ് പവർ ടു ദ ഏപ്രൺ. ഒരു ലോഞ്ചിറ്റ്യൂണൽ ഫീഡും ക്രോസ് ഫീഡും കൊടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഫീഡ് റോഡ് യൂസ് ചെയ്യാം. ലീഡ് സ്ക്രൂ എന്ത് ചെയ്യാം? ത്രെഡ് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. ഇനി അടുത്ത ടോപ്പിക്, ലെയ്ത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക്കേഷൻസ് ഓഫ് എ ലെയ്ത്ത്. ഇപ്പോൾ നമ്മളെ ആരെങ്കിലും എടുത്താൽ നമ്മുടെ സ്പെസിഫിക്കേഷൻസ് പറയുന്നത് എങ്ങനെയായിരിക്കും? അവർ ഹൈറ്റ്, നമ്മുടെ കളർ, നമ്മുടെ വെയ്റ്റ്, നമ്മുടെ ബോഡി ഷേപ്പ്, ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടില്ലേ സ്പെസിഫിക്കേഷൻസ് ഓഫ് എ ലെയ്ത്ത് പറയുന്നത്, സ്പെസിഫിക്കേഷൻസ് ഓഫ് എ ബോഡി പറയുന്നത്. അതുപോലെ തന്നെ ഒരു ലെയ്ത്തിൻ്റെ സ്പെസിഫൈ ചെയ്യുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ്. എൻ്റെ ഏതൊക്കെ സെൻറ്റേഴ്സ്? ലൈവ് സെൻറ്ററും ഡെഡ് സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് എത്ര ലെങ്ത് ഉള്ള വർക്ക് പീസ് ഫിക്സ് ചെയ്യാം. കാരണം ഇതിനിടയ്ക്കല്ലേ നമ്മൾ വർക്ക് പീസ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ലെങ്ത് ഉള്ള വർക്ക് പീസ് ഫിക്സ് ചെയ്യാം എന്നുള്ളത് ഇറ്റ്സ് ഡിറ്റർമിൻഡ് ബൈ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ്. പിന്നെ സ്വിങ് ഓവർ ദ ബെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനൊരു വർക്ക് പീസ് ഫിക്സ് ചെയ്തു, ആൻഡ് ഇഫ് ഐ ക്യാൻ ജസ്റ്റ് റൊട്ടേറ്റ് ദിസ് വർക്ക് പീസ്, ഇവിടെ തട്ടാതെ, അതായത് ഈ ബെഡിൽ തട്ടാതെ കറങ്ങണം അല്ലേ? അത് എത്രത്തോളം ഡയമീറ്റർ, അതാണ് സ്വിങ് ഓവർ ദ ബെഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒരു വർക്ക് പീസിൻ്റെ ഡയമീറ്റർ വലുതാക്കിയാൽ എത്രത്തോളം വലുതാക്കാം?
സെൻറ്ററിൽ ഫിക്സ് ചെയ്തു. ദെൻ ഇഫ് ഐ എം ജസ്റ്റ് റൊട്ടേറ്റിംഗ് ദ വർക്ക് പീസ്, അത് എവിടെയും ടച്ച് ചെയ്യാതെ കറങ്ങണം. അതിനെയാണ് സ്വിങ് ഓവർ ദ ബെഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്വിങ് ഓവർ ദ ക്രോസ് സ്ലൈഡ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്ലൈഡ് ഈ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ബെഡ് എന്ന് പറയുന്നത് ആക്ച്വലി എവിടം വരെ വരും? ഇവിടെ വരെ വരും. ക്രോസ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടം വരെ വരും. അപ്പോൾ സ്വിങ് ഓവർ ദ ക്രോസ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ക്രോസ് സ്ലൈഡിന് മുകളിൽ, ഇപ്പോൾ ക്രോസ് സ്ലൈഡ് അങ്ങോട്ടേക്ക് അകത്തേക്ക് നീക്കുകയാണ്. അപ്പം ഇത് ഡയമീറ്റർ ഇങ്ങനെ ഒരുപാട് വലുതാണെങ്കിൽ എന്ത് പറ്റും? ക്രോസ് സ്ലൈഡിൽ തട്ടും. അപ്പോൾ ചില വർക്ക് പീസിൽ യു നീഡ് ടു കൺസിഡർ സ്വിങ് ഓവർ ദ ക്രോസ് സ്ലൈഡ്. അങ്ങനെയുള്ള വർക്ക് പീസുകൾ മാത്രമേ ആ ലെയ്ത്തിൽ എടുക്കാൻ പറ്റൂ. അപ്പം മൂന്നാമത്തെ സ്പെസിഫിക്കേഷൻ ഓഫ് ദി ലെയ്ത്ത് സ്വിങ് ഓവർ ദ ക്രോസ് സ്ലൈഡ്. ദെൻ ഹോഴ്സ് പവർ ഓഫ് ദ മോട്ടോർ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ആ ലെയ്ത്തിന് എത്രത്തോളം പവറുണ്ട് ഒരു വർക്ക് പീസിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടി. വർക്ക് പീസിനെ മാത്രമാണോ? ഇല്ല, ഫീഡ് റോഡും എല്ലാം കറക്കണമെങ്കിൽ ത്രൂ ഗിയേഴ്സാണ്. അതിനെ ഡ്രൈവ് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി ത്രൂ മോട്ടോഴ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഹോഴ്സ് പവർ ഓഫ് ദ മോട്ടോർ ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്പെസിഫിക്കേഷൻ. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്പർ ഓഫ് സ്പീഡ്, നമ്പർ ഓഫ് ഫീഡ്സ്. എത്ര സ്പീഡ്സിൽ കറങ്ങാം, എത്ര ഡിഫറൻറ്റ് സ്പീഡ്സിൽ കറങ്ങാം. ഫോർ എക്സാമ്പിൾ ഇഫ് ഐ എം ജസ്റ്റ് മെഷീനിങ് വൺ മെറ്റീരിയൽ, ആ പർട്ടിക്കുലർ മെറ്റീരിയൽ ഒരു 200 RPM മതിയായിരിക്കും. ബട്ട് ചില മെറ്റീരിയൽ ചിലപ്പോൾ 500 പോകേണ്ടി വരും, 500 അല്ലെങ്കിൽ ചിലപ്പോൾ 600. അപ്പോൾ എത്രത്തോളം സ്പീഡ്സ് ഒരു പർട്ടിക്കുലർ ലെയ്ത്തിന് പറ്റും. അതുപോലെ ഫീഡ്, എത്രത്തോളം ഫീഡ് കൊടുക്കാൻ പറ്റും, ഫീഡ് എത്രത്തോളം പറ്റും, അതാണ് സ്പെസിഫിക്കേഷൻസ്. അപ്പം സ്പെസിഫിക്കേഷൻസ് ഓഫ് എ ലെയ്ത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളുണ്ട്, എഴുതണം. ഓക്കെ. ദെൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് സ്പെസിഫിക്കേഷൻസ് ഓഫ് എ ലെയ്ത്ത്. ഇത് ജസ്റ്റ് നോക്കുക. ഓക്കെ. ദെൻ ലെയ്ത്ത് ആക്സസറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെയ്ത്ത് ആക്സസറീസ് ഐദർ യു ക്യാൻ എക്സ്പെക്ട് ഒരു an essay question from the lathe എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ മേജർ പാർട്സ് ഓഫ് എ lathe വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീറ്റ് ഫിഗർ. അല്ലെങ്കിൽ ചോദിക്കാൻ പറ്റുന്നത് ലെയ്ത്തിലുള്ള ആക്സസറീസ്. ആക്സസറീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കാറിൽ എന്തായാലും സ്റ്റിയറിംഗ് വേണം അല്ലേ. സ്റ്റിയറിങ്ങിൽ നമുക്ക് എന്തായാലും ആ കാര്യങ്ങളെല്ലാം വേണം, ഗിയർ വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. പക്ഷേ ആക്സസറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആഡഡ് ബെനിഫിറ്റ്സ് തരുന്ന എന്തെങ്കിലും നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ആക്സസറീസിൽ വരുന്നത്. അത് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലെയ്ത്തിൽ നോർമലി കാണുന്ന സെൻറ്റേഴ്സ് വേണമെന്നില്ല ലെയ്ത്തിൽ. അല്ലാതെ തന്നെ വർക്ക് പീസ് പല ടൈപ്സ് ഓഫ് വർക്ക് പീസ് അറ്റാച്ച് ചെയ്യാം. പക്ഷേ ഓരോ വർക്ക് പീസിനും ഫിക്സ് ചെയ്യണമെങ്കിൽ ലെയ്ത്തിൽ എല്ലാം ഒരു ലെയ്ത്തിൻ്റെ കോൺഫിഗറേഷനിൽ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സെൻറ്റേഴ്സ് എടുക്കാം. സെൻറ്റേഴ്സിൽ തന്നെ പല ടൈപ്സ് ഓഫ് സെൻറ്റേഴ്സ് ഉണ്ട്. അത് വൺ ഓഫ് ദ ആക്സസറി ആണ്. ഇനി ചക്ക് എന്ന് പറഞ്ഞാൽ ഹെഡ് സ്റ്റോക്കിൽ അസംബിൾ ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ്. അത് നമ്മളിപ്പോൾ പഠിക്കും. അതുകൂടാതെ ക്യാച്ച് പ്ലേറ്റ് ഓർ കാരിയേജ്, ദെൻ ഫേസ് പ്ലേറ്റ്, ആംഗിൾ പ്ലേറ്റ്. ഇത് ഓൾറെഡി നമ്മൾ ക്യാച്ച് പ്ലേറ്റ് എന്ന് പറയുന്നതും കാരിയേജ് എന്ന് പറയുന്നത് സെയിം അല്ല കേട്ടോ, ഇത് വേണ്ട. കാരിയേജ്, ദെൻ ക്യാച്ച് പ്ലേറ്റ്, ദെൻ മാൻഡ്രൽ, റെസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ്. അതായത് 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം ഉണ്ട്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഒരു 10 മാർക്കിന് ചോദിക്കും. 10 മാർക്കിന് ചോദിക്കുമ്പോൾ യു ക്യാൻ എക്സ്പ്ലെയിൻ ഏതെങ്കിലും ഒരു 5 എണ്ണം എഴുതുക, ഫിഗേഴ്സ് വരയ്ക്കുക. അപ്പോൾ ഇതാണ് ലെയ്ത്ത് ആക്സസറീസ്. ലെയ്ത്ത് ആക്സസറീസ് എന്താണ്? നമ്മൾ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ. ഫസ്റ്റ് വൺ സെൻറ്റേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ സാധാരണ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ചെയ്യാം. ഇനി നമുക്ക് ബോൾ ടൈപ്പ് ഓഫ് സെൻറ്റേഴ്സ് യൂസ് ചെയ്യാം. ഒരു വർക്ക് പീസിൽ നമുക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ ആ വർക്ക് പീസിൽ ഒരു ചെറിയ ഗ്രൂവ് അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം, ചെറിയൊരു ഹോൾ. അതുപോലെ ഇൻസേർട്ട് ടൈപ്പ് സെൻറ്റർ, അതായത് ഡയറക്റ്റ് ഈ സെൻറ്റർ ഇത്രയും നിൽക്കുന്നില്ല, ഈ സെൻറ്ററിൻ്റെ ബാക്കിയും കൂടെ എക്സ്റ്റൻഷൻ ഉണ്ട്, അത് നമുക്ക് എവിടേക്ക് ഇൻസേർട്ട് ചെയ്യാം? ഹെഡ് സ്റ്റോക്കിലേക്ക്. അങ്ങനെ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പകുതി, ഹാഫ്. അപ്പം സെൻറ്റേഴ്സിൽ ഇത്രയും പഠിച്ചാൽ മതി കേട്ടോ. സെൻറ്റേഴ്സിൻ്റെ പല ടൈപ്പ് കോൺഫിഗറേഷൻസ്, അതാണ് വൺ ഓഫ് ദ ആക്സസറി. അപ്പോൾ ഈ സെൻറ്റേഴ്സിൻ്റെ തന്നെ ആ ക്ലാസിഫിക്കേഷൻ്റെ നോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന നമ്മുടെ ഈ മോഡ്യൂൾ തീരില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ എസൻസ് മാത്രം പറഞ്ഞു പോകുന്നത്. ഈ നോട്ട്സ് എന്തായാലും ഷെയർ ചെയ്യാം, അപ്പം എന്തായാലും അതും കൂടെ ചേർത്ത് വായിച്ചാൽ മതി. ഓക്കെ. ദെൻ രണ്ടാമത്തത് ചക്ക്. അപ്പം രണ്ടാമത്തെ ആക്സസറിയാണ് ചക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ചക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ലെയ്ത്തിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു പർട്ടിക്കുലർ എൻഡിൽ, അതായത് ബെഡ് ഇവിടെ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഹെഡ് സ്റ്റോക്ക് ഉണ്ട്. ഹെഡ് സ്റ്റോക്ക് ഇല്ലേ?
ഹെഡ് സ്റ്റോക്ക്. ഇവിടാണ് നമ്മൾ ടെയിൽ സ്റ്റോക്ക് വരുന്നത്. അപ്പോൾ ഈ ഹെഡ് സ്റ്റോക്കിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പിൻഡിൽ വെച്ചിട്ട് സെൻറ്റേഴ്സൊക്കെ അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. ഇതിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു അറ്റാച്ച്മെൻ്റ് ആണ് എന്ത്, ചക്കെന്ന് പറയുന്നത്. അപ്പം ചക്കെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അറ്റാച്ച്മെൻറ്റ് വിച്ച് ഈസ് പ്രിഫേർഡ് ഓൺ ദ ഹെഡ് സ്റ്റോക്ക് ആണ്. അപ്പോൾ ചക്കിൽ തന്നെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതും ചോദിക്കാം കേട്ടോ. ഫോർ എക്സാമ്പിൾ ഒരു എസ്സേയിൽ 5 മാർക്കിൽ ചോദിക്കാം, എക്സ്പ്ലെയിൻ എനി 5 ക്ലാസിഫിക്കേഷൻ ഓർ എക്സ്പ്ലെയിൻ എനി 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചക്സ്. അപ്പോൾ ചക്കെന്ന് പറഞ്ഞാൽ യൂഷ്വലി യൂസ് ടു സപ്പോർട്ട് ദ വർക്ക് പീസാണ്. സോ അപ്പോൾ 3 ജോ യൂണിവേഴ്സൽ ചെക്ക് അല്ലെങ്കിൽ 3 ജോ ചെക്ക് എന്ന് പറയും, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ചെക്ക് എന്നും പറയും. അപ്പോൾ 3 ജോ ചെക്കിൽ നിങ്ങൾ ജസ്റ്റ് വരയ്ക്കേണ്ടത് ഇത്രയുമേ ഉള്ളൂ. ഒരു ജസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുക ആൻഡ് ആസ് പെർ ദിസ് 3 ജോസ് വരയ്ക്കുക. ഈ 3 ജോയിനിടയ്ക്കിലേക്ക് എന്ത് ഫിക്സ് ചെയ്യാം, ഇത് വർക്ക് പീസ്, അല്ലെങ്കിൽ എന്ത് ഫിക്സ് ചെയ്യാം, നമ്മുടെ സെൻറ്റർ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ 3 ജോയിൻ തമ്മിലുള്ള ആംഗിളാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് 120 ഡിഗ്രി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ വരച്ചിരിക്കുകയാണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് അവിടെ ഫിഗറിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആക്ച്വൽ ഫിഗറിലേക്ക് പോകാം. കണ്ടോ 3 ജോസ് കണ്ടോ, ഇതാണ് ഒരു ജോ. ഈ ജോ എല്ലാം ഈ ഒരു ജോ എടുത്ത് മാറ്റിയിരിക്കുകയാണ്, കാരണം അതൊന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ എന്തുണ്ടായിരിക്കും, ഇതിൽ ത്രെഡഡ്, ഇതിൻ്റെ ഈ ഒരു ജോ എന്ന് പറയുന്നത് മറിച്ചിട്ടിരിക്കുക. അപ്പോൾ ഈ സൈഡിൽ ത്രെഡ്സ് കാണും, ഇവിടെയും ത്രെഡ്സ് കാണും. അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഇതകത്തേക്ക് കയറ്റും. ഇനി എന്ത് ചെയ്യും, ഈ ഒരു പർട്ടിക്കുലർ അലൻ കീ വെച്ച് ഇത് ടൈറ്റ് ചെയ്യും. ഇനി എന്ത് ചെയ്യും, ഇതിലേക്ക് വർക്ക് പീസ് ഇറക്കി വയ്ക്കും. അപ്പോൾ നമുക്ക് വർക്ക് പീസ് ഫേം ആയിട്ട് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. ഏത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ്സും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. 3 ജോ യൂണിവേഴ്സൽ ചെക്ക്, അതുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ ചെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും 4 ജോ ഇൻഡിപെൻഡൻറ്റ്. രണ്ടാമത്തെ ചെക്ക് എന്ന് പറഞ്ഞാൽ 3 ജോ കൂടെ പോലെ 4 ജോ ഉണ്ട്. അപ്പം 4 ജോ എന്ന് പറയുന്നത് അതിനെ ഇൻഡിപെൻഡൻറ്റ് ചെക്ക് എന്നും പറയും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാൻ പറ്റുന്നത് എക്സ്പ്ലെയിൻ യൂണിവേഴ്സൽ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 3 ജോ ചെക്കും, എക്സ്പ്ലെയിൻ ഇൻഡിപെൻഡൻറ്റ് ചെക്ക് എന്ന് പറഞ്ഞാൽ 4 ജോ ചെക്കും. ഇൻഡിപെൻഡൻറ്റ് ചെക്ക് എന്ന് പറയാൻ കാരണം 3 ജോ ചെക്കിൽ നമ്മൾ നേരത്തെ കണ്ട 3 ജോ ചെക്കിൽ ഈ 3 ജോസും ഒരുമിച്ച് അകത്തോട്ട് മൂവ് ചെയ്യും. അതായത് ഇങ്ങനൊരു ജോ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് മൂവ്മെൻറ്റ്, ഇവിടെ നിന്നുമുള്ള മൂവ്മെൻറ്റ് ഒരേ സമയമേ പറ്റും. അല്ലാതെ ഓരോ ജോയിനെയും സെപ്പറേറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് 4 ജോ ചെക്ക് there are 4 ജോസ് അറേഞ്ച്ഡ് അറ്റ് ആൻ ആംഗിൾ എത്താണ് 90 ഡിഗ്രി. ഇത് ഓരോന്നും 90 ഡിഗ്രി അല്ലേ. ഓരോ ജോയും നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു റൗണ്ട് വർക്ക് പീസ് അല്ല, ചില ഒരു എക്സെൻട്രിക് വർക്ക് പീസാണ് എടുക്കുന്നത്. അവിടെ അത് ഫിക്സ് ചെയ്യണമെങ്കിൽ വി ക്യാൻ മൂവ് ദ ജോസ് ഇൻഡിപെൻഡൻ്റ്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ എന്ത് പറയും, ഇൻഡിപെൻഡൻറ്റ് ചെക്ക് എന്ന് പറയും, ഇൻഡിപെൻഡൻറ്റ് ചെക്ക്. ഓക്കെ, ഇനിയും 4 ജോ ഇൻഡിപെൻഡൻറ്റ് ചെക്കിൻ്റെ ഒരു ആക്ച്വൽ ഡയഗ്രമാണ് കൊടുത്തിരിക്കുന്നത്, നോക്കി മനസ്സിലാക്കുക. ആൻഡ് കോമ്പിനേഷൻ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ആക്ച്വലി കമ്പൈൻസ് ദ ഫീച്ചേഴ്സ് ഓഫ് എന്താണ്, ഓർ കമ്പൈൻസ് ദ ക്യാരക്ടേഴ്സ് ഓഫ് യൂണിവേഴ്സൽ ചെക്ക് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ചെക്ക്. യൂണിവേഴ്സൽ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർമ്മ വേണം, ഇറ്റ് ഈസ് 3 ജോ ചെക്ക്. ഇൻഡിപെൻഡൻറ്റ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ജോ ചെക്ക്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ ക്യാരക്ടറിസ്റ്റിക്സ് കമ്പൈൻ ചെയ്താൽ വി വിൽ ഗെറ്റ് കോമ്പിനേഷൻ ചെക്ക്. അപ്പോൾ അതിൻ്റെ മീനിങ് നമുക്ക് 3 ജോസ്, അതിനകത്ത് 3 ജോസ് അറ്റ് എ ടൈം മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ ജോസും മൂവ് ചെയ്യാം. ഇതെല്ലാം കോമ്പിനേഷൻ ചെക്കിൽ പറ്റും. ഇതെല്ലാം കോമ്പിനേഷൻ ചെക്കൊക്കെ ഒരു ക്വസ്റ്റ്യൻ്റെ പാർട്ടായിട്ടേ ചോദിക്കത്തുള്ളൂ, ഒരുപാട് വലുതായിട്ട് ചോദിക്കില്ല. ഇനി മാഗ്നറ്റിക് ചെക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ മാഗ്നറ്റിക് ചെക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഇതിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുറേ മാഗ്നറ്റ്സ് ഉണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ചെക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു സർക്കിൾ വരച്ചിട്ട് ഇതുപോലെ കുറേ മാഗ്നറ്റ്സ് വരച്ച് വയ്ക്കുക. അപ്പോൾ ഈ മാഗ്നറ്റ്സിൻ്റെ ശക്തി കൊണ്ട് വി ക്യാൻ ഹോൾഡ് വർക്ക് പീസസ്. അപ്പോൾ എങ്ങനെ ഏതൊക്കെ ടൈപ്പ് ഓഫ് വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ പറ്റും, മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുന്ന, അതായത് മാഗ്നറ്റിക് ഫോഴ്സുമായിട്ട് അട്രാക്റ്റഡ് ആവുന്ന വർക്ക് പീസുകൾ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനിയും കോളറ്റ് ചെക്ക്. ദ ലാസ്റ്റ് വൺ ഈസ് കോളറ്റ് ചെക്ക്. കോളറ്റ് ചെക്ക് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കോളറ്റ് ചെക്സ് ആണ്. ഇതെല്ലാം കാണിച്ചിരിക്കുന്ന കോളറ്റ് ചെക്കാണ്, ഓരോന്നും ഓരോ കോളറ്റ് ചെക്കാണ്. അപ്പോൾ അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കോളറ്റ് എന്ന് പറയുന്നത് ഈ ഒരു നമ്മളൊരു കോളർ പറയത്തില്ലേ, അതുപോലെ ഈ ഒരു എൻഡ് ഇങ്ങനെ ആവുന്നത് കൊണ്ടാണ് കോളറ്റ് ചെക്ക് എന്ന് പറയുന്നത്. ഇവിടേക്കാണ് വർക്ക് പീസ് ഫിക്സ് ചെയ്യുന്നത്. ഈ എൻഡ് എന്ത് ചെയ്യും, നേരെ ഹെഡ് സ്റ്റോക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യും, സ്ക്രൂ പോലെ. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബെയറിംഗ് ഉണ്ട്, സ്പിൻഡിലുണ്ട്, നട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടുകളെല്ലാം എന്ത് ചെയ്യും, ഹെഡ് സ്റ്റോക്കിലേക്ക് കയറ്റി വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് ചക്കാണ്.
ആ ചക്കിനകത്ത് കോളറ്റ് ഫിക്സ് ചെയ്യുന്നു. ഇതാണ് ആക്ച്വലി ഈ ഒരു ഡയഗ്രാം. അപ്പോൾ കോളറ്റ് ചെക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് ചെറിയ നമുക്ക് തീരെ ചെറിയ വർക്ക് പീസുകളൊക്കെ പെട്ടെന്ന് ഫിക്സ് ചെയ്യണമെങ്കിൽ ഓരോ കോളറ്റ്, ഏത് കോളറ്റാണോ അതിൻ്റെ ഡയമെൻഷനുമായിട്ട് സൂട്ട് ചെയ്യുന്നത് അത് പെട്ടെന്ന് എടുക്കുക, ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചക്സ്. ഇനി മൂന്നാമത്തെ എക്സസറി എന്ന് പറയുന്നത് എന്താണ്? ക്യാച്ച് പ്ലേറ്റ് ഓർ ക്യാരിയേഴ്സ് ആണ്. ക്യാരിയേജ് അല്ല കേട്ടോ, ക്യാച്ച് പ്ലേറ്റ് ഓർ ക്യാരിയേഴ്സ് ആണ്. അപ്പം ക്യാച്ച് പ്ലേറ്റ് അല്ലെങ്കിൽ ക്യാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേരിൽ നിന്ന് തന്നെ ക്യാച്ച് സംതിങ്. അപ്പോൾ ക്യാച്ച് പ്ലേറ്റ് യൂസ് ചെയ്യുന്നത് ബേസിക്കലി വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാനും അതിനെ സെൻറ്റേഴ്സിനിടയ്ക്കൂടെ ഡ്രൈവ് ചെയ്യാനുമാണ് ക്യാരിയേജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാരിയേഴ്സ് എന്ന് ക്യാച്ച് പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ക്യാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി അതൊരു ഡ്രൈവിങ് പാർട്ടാണ്, അല്ലെങ്കിൽ ഒരു ഒരു ഡ്രൈവിങ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതൊരു ചെറിയൊരു സപ്പോർട്ട് പോലെ. അതാണ് എന്തിനെ, വർക്ക് പീസിനെ ഡ്രൈവ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ അത് ക്യാച്ച് പ്ലേറ്റും ക്യാരിയേഴ്സിൻ്റെയും ഫങ്ഷൻ സെയിം ആണ്. ഡ്രൈവിംഗ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം ഈ ക്യാച്ച് പ്ലേറ്റും ക്യാരിയേഴ്സും ഒന്നും ഒരു 10 മാർക്കിനും ചോദിക്കില്ല, 2 മാർക്കിന് ചോദിക്കത്തേ ഉള്ളൂ. ഇനി നാലാമത്തെ എക്സസറി എന്ന് പറഞ്ഞാൽ ഫേസ് പ്ലേറ്റ് അഗെയിൻ സിമിലർ ടു ക്യാച്ച് പ്ലേറ്റ് ആണ്, ബട്ട് ഇറ്റ് ഈസ് യൂസ് ടു ഓൾ ദ വർക്ക് പീസ്. അതൊരു സർക്കുലർ പ്ലേറ്റ് ആണ്. സർക്കുലർ പ്ലേറ്റിൽ എന്തൊക്കെയുണ്ട്? കുറേ ത്രെഡ്സും പിന്നെ കുറേ ഹോൾസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ സ്ലോട്ട്സും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫേസ് പ്ലേറ്റ് ഇവിടെ കണ്ടോ, ഇറ്റ് ഈസ് എ സർക്കുലർ പ്ലേറ്റ് ത്രെഡഡ് അറ്റ് ഇറ്റ്സ് സെൻറ്റർ ആൻഡ് T-slots ആർ മെഷീൻ റാപ്പിഡ്ലി. T-slots എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ സ്ലോട്ട്സുകളുണ്ട്, മെഷീൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറേ ചെറിയ ഓട്ടകളുണ്ട്. അപ്പോൾ ഫേസ് പ്ലേറ്റ് ഈസ് സ്യൂട്ടബിൾ ടു ഹോൾഡ് ബോത്ത് റെഗുലർ ആൻഡ് ഇറഗുലർ ഷേപ്ഡ് വർക്ക് പീസ് ഫിക്സ് ചെയ്യാനാണ് ഫേസ് പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ആംഗിൾ പ്ലേറ്റിൽ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഫേസ് പ്ലേറ്റിനകത്ത് ആംഗിൾ പ്ലേറ്റ് പിടിപ്പിച്ചിരിക്കുന്നതാണ്. ആക്ച്വലി ആംഗിൾ പ്ലേറ്റ് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫേസ് പ്ലേറ്റ് ആൻഡ് ആംഗിൾ പ്ലേറ്റ് കോമ്പിനേഷനിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെ എക്സസറി എഴുതേണ്ടത് ആംഗിൾ പ്ലേറ്റ് ആണ്. അപ്പോൾ ആംഗിൾ പ്ലേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിനാണ് ആംഗിൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ പ്ലേറ്റ് കണ്ടോ, ഈ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഇവിടെ ഇതൊരു ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ ഈ ക്രോസ് സെക്ഷൻ അകത്തൂടെ ജസ്റ്റ് നമ്മൾ ത്രെഡഡ് റോഡ്സ് വന്നു, ബോൾട്ട് ഇട്ടു, ഇവിടെ ഫിക്സ് ചെയ്തു. ഈ എൻഡിലാണ് നമ്മൾ വർക്ക് പീസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബേസിക്കലി ഒരു കാസ്റ്റ് അയൺ പ്ലേറ്റ്സ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഹോൾസും സ്ലോട്ട്സും ബോൾട്ടും എല്ലാം കാണും. ഇനിയും അതെന്തുമായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ അലോങ് വിത്ത് ഫേസ് പ്ലേറ്റ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ് ടു സപ്പോർട്ട് എക്സെൻട്രിക് ജോബ്സ്. കറക്റ്റ് സർക്കിൾ അല്ലാത്ത ജോബ്സിനെയൊക്കെ ഫിക്സ് ചെയ്യാനാണ് ആംഗിൾ പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ക്യാച്ച് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ക്യാച്ച് പ്ലേറ്റ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ക്യാച്ച് പ്ലേറ്റ് ഓൾറെഡി ക്യാച്ച് പ്ലേറ്റ് ഓർ ക്യാരിയേഴ്സ് പറഞ്ഞു. അവിടെ ഒരു ആംഗിൾ പ്ലേറ്റിൻ്റെ കോമ്പിനേഷനിൽ ഇട്ടത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് എക്സ്ട്രാ ഇട്ടത്. അപ്പോൾ ക്യാച്ച് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ സ്മോൾ സർക്കിൾസ് കാണും, T-slots കാണും. ഇത് ആക്ച്വലി എന്ത് ചെയ്യുന്നു? ഇൻറ്റേർണൽ ത്രെഡ് ഇവിടെ കണ്ടോ, ഈ ഒരു പർട്ടിക്കുലർ ഡയഗ്രത്തിൻ്റെ സൈഡ് വ്യൂ ആണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ത്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻറ്റേർണൽ ത്രെഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എവിടെയെങ്കിലും ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ഇതെല്ലാം യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ടു മെഷീൻ ഓർ ടു ഫിക്സ് എക്സെൻട്രിക് ജോബ്സ്. ആൻഡ് ഏഴാമത്തത് ദാറ്റ് ഈസ് മാൻഡ്രൽ. ഇമ്പോർട്ടൻ്റ് ആണ്. മാൻഡ്രൽ ഈസ് അനദർ 7ഉം 8ഉം ഉണ്ട്. മാൻഡ്രൽ ആൻഡ് റെസ്റ്റും ഉണ്ട്. മാൻഡ്രൽ എന്ന് പറയുന്നത് ബേസിക്കലി യൂസ് ടു ഹോൾഡ് ദ വർക്ക് പീസസ്. അപ്പോൾ മാൻഡ്രൽ എന്ന് പറയുന്നത് സ്റ്റീൽ ഷേപ്സ് ആണ് ദാറ്റ് ആർ യൂസ്ഫുൾ ഫോർ ഹോൾഡിംഗ് റൊട്ടേറ്റിംഗ് പ്രീവിയസ്ലി ഡ്രിൽഡ് ഓർ സ്റ്റെപ്ഡ് ഓർ ബോർഡ് വർക്ക് പീസസ് ഫോർ ഫർദർ ഓപ്പറേഷൻസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എന്തെങ്കിലും ജോബ് എടുത്തു, അതിനെ ഡ്രില്ല് ചെയ്തു, ബോർ ചെയ്തു, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തതിനെ വീണ്ടും ഫിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ആക്സസറിയാണ് മാൻഡ്രൽ. ഓക്കെ, അപ്പോൾ മാൻഡ്രൽ ഹാവ് ഗോട്ട് ഫ്ലാറ്റൻഡ് എൻഡ്സ് ഫോർ ഈസി ഗ്രിപ്പിംഗ്. അപ്പോൾ ഫ്ലാറ്റൻഡ് എൻഡ്സ് ഉണ്ട്, ഈസി ആയിട്ട് ഗ്രിപ്പ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് പ്ലെയിൻ മാൻഡ്രൽ എന്ന് പറഞ്ഞാൽ വേർ ദ പാർട്സ് ഓഫ് ദ വർക്ക് പീസ് ആർ പ്ലെയിൻ ഇൻ നേച്ചർ. വർക്ക് പീസിൻ്റെ പാർട്സ് പ്ലെയിൻ ആണെന്നെങ്കിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന മാൻഡ്രലാണ് പ്ലെയിൻ മാൻഡ്രൽ.
സ്റ്റെപ്പ് മാൻഡ്രൽ. സ്റ്റെപ്പ് മാൻഡ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നർ പോർഷൻ ഓഫ് ദ വർക്ക് പീസ് ഈസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റെപ്സ്. അതായത് വർക്ക് പീസ് സ്റ്റെപ്സിൻ്റെ ഫോമിലാണെങ്കിൽ വി വിൽ യൂസ് സ്റ്റെപ്പ് മാൻഡ്രൽ. ദെൻ കോൺ മാൻഡ്രൽ. കോൺ മാൻഡ്രൽ എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് പീസ് കോണിക്കൽ ഷേപ്പിലാണെങ്കിൽ. സ്ക്രൂ മാൻഡ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ദ ഇന്നർ പാർട്ട് ഓഫ് ദ വർക്ക് പീസിൽ ഇൻറ്റേർണലി ത്രെഡ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ത്രെഡഡ് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാനാണ് സ്ക്രൂ മാൻഡ്രൽ യൂസ് ചെയ്യുന്നത്. ഗ്യാങ് മാൻഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്യാങ് മാൻഡ്രൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കോളേഴ്സ് അറ്റ് വൺ എൻഡ് ആൻഡ് മൂവബിൾ കോളർ അറ്റ് ദ അതർ എൻഡ്. കോളേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ കൊടുത്തിരിക്കുന്നത്? ഇവിടെ കോളേഴ്സ് കാണും. ഒന്ന് ഫിക്സ്ഡും ഒന്ന് മൂവബിളും ആണ്. ഇതിൽ ത്രെഡ്സ് കാണും. ഇറ്റ് ഈസ് ബേസിക്കലി യൂസ്ഡ് ഫോർ സപ്പോർട്ടിങ് ഏത് ടൈപ്പ് ഓഫ് വർക്ക് പീസസ് ആണ്? ഹോളോ വർക്ക് പീസസ്. ഹോളോ വർക്ക് പീസസിനെ ഫിക്സ് ചെയ്യാനാണ്. ആൻഡ് ദാറ്റ് വർക്ക് പീസ് നീഡ്സ് ടു ഹാവ് ത്രെഡ്സ്. ഓക്കെ, അങ്ങനെയുള്ള വർക്ക് പീസിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഗ്യാങ് മാൻഡ്രൽ യൂസ് ചെയ്യുന്നത്. അപ്പം മാൻഡ്രൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ഈസ് റെസ്റ്റ്. റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സപ്പോർട്ടിംഗ് സ്ട്രക്ചറാണ് യൂസ്ഡ് ഇൻ ലെയ്ത്ത് ടു സപ്പോർട്ട് ലോങ് ജോബ്സ് ഓവർ വർക്ക് പീസസ്. ഒരുപാട് വലിയ ജോബും, നമ്മളിപ്പോൾ മാൻഡ്രലിലൊക്കെ ആണെങ്കിൽ ചെറിയ ജോബ്സേ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. ഒരുപാട് നീളമുള്ള ജോബ്സൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ വി വിൽ യൂസ് റെസ്റ്റ്. അപ്പോൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഒരു ലോങ് എന്താ പറഞ്ഞ ഒരു വലിയ റോഡ് എടുക്കുകയാണെങ്കിൽ അത് ഒരുപാട് എന്താ പറഞ്ഞ അങ്ങറ്റവും ഇങ്ങറ്റവും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നടുക്കുള്ള പാർട്ടൊക്കെ എന്താ പറഞ്ഞ നമ്മൾ ഓപ്പറേഷൻ വരുമ്പം ചിലപ്പോൾ അത് ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഡിഫ്ലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഗിവിങ് സപ്പോർട്ട് അറ്റ് ഇൻ്റർമീഡിയറ്റ് പോർഷൻസ് ഓഫ് ദ വർക്ക് പീസ്. ആൻഡ് ദിസ് പ്രിവെൻറ്റ്സ് ബെൻഡിങ് ഓഫ് ദ വർക്ക് പീസ് പറഞ്ഞതുപോലെ. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് in length. It is used in length 10 to 12 times. It is used in length ആണ്. It is used in length 10 to 12 times the diameter of the work piece. അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വർക്ക് പീസിൻ്റെ 10 to 12 times ആയിരിക്കും. ഇനിയും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ട് കളയാൻ പറ്റില്ല. സ്റ്റഡി റെസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് റെസ്റ്റ്, ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്റ്റ്. ഇപ്പോൾ സ്റ്റഡി റെസ്റ്റിന് നമ്മളൊരു 3 jaw ചക്ക് പോലെ ഒരു അസംബ്ലിയാണ്. ഇവിടെ കണ്ടോ 3 ജോസ് കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ദ വർക്ക് പീസ്. ഇത് ലേത്ത് ബെഡിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റഡി റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാസ്റ്റ് അയൺ സ്ട്രക്ചറാണ്. ഇറ്റ് ക്യാൻ ബി ക്ലാംപ്ഡ് ലൈക്ക് എ ടെയിൽ സ്റ്റോക്ക്. ഒരു ടെയിൽ സ്റ്റോക്കിനെ പോലെ നമുക്ക് ക്ലാമ്പ് ചെയ്യാം. അപ്പർ ബോഡി എവിടെ ചെയ്യാം? നമുക്ക് ഹിഞ്ച് ചെയ്ത് വയ്ക്കാം. ഈ ഒരു ഹിഞ്ചസ് വെച്ചിട്ട് നമുക്ക് ഹിഞ്ച് ചെയ്ത് വയ്ക്കാം. ആൻഡ് സോ ആസ് ടു മൂവ് ദ ജോബ് ഓർ ദ വർക്ക് പീസ് വിത്തൗട്ട് കംപ്ലീറ്റ്ലി റിമൂവിങ് ദ റെസ്റ്റ്. അതായത് ജോബിനെ മൂവ് ചെയ്യാം, ജസ്റ്റ് ഒരു എന്താ പറയുക, ബാക്കിയുള്ള ജോബ്സിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് മൂവ് ചെയ്യാതെ ഈ ഒരു പോർഷൻസിനെ സപ്പോർട്ട് ചെയ്യണം. ഒരു ജോബിൻ്റെ മെഷീൻ ചെയ്യുക, ഒരു ചെറിയ പാർട്ടാണ് നമുക്ക് മെഷീൻ ചെയ്യേണ്ടത്. പക്ഷേ ഒരുപാട് ലെങ്ത് ഉള്ളതുകൊണ്ട് ആ പാർട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഒരു പാർട്ടിനെ ഈ ഒരു റെസ്റ്റ് വെച്ചിട്ട് സപ്പോർട്ട് കൊടുക്കും, ആ ഒരു പാർട്ടിൽ മാത്രം. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യുന്നതിനെയാണ് സ്റ്റഡി റെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ലെങ്ത് ഓഫ് ദ വർക്ക് പീസ് ഒരുപാട് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ഞാനിപ്പോൾ ഒരുപാട് ലെങ്ത് ഉള്ളൊരു വർക്ക് പീസ് എടുത്തു, ഞാൻ ഇവിടെ ഒരു സ്റ്റഡി റെസ്റ്റ് കൊടുക്കും, ഇവിടെ ഒരു സ്റ്റഡി റെസ്റ്റ് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? വർക്ക് പീസിൻ്റെ സപ്പോർട്ട് കുറച്ചുകൂടെ പ്രോപ്പർ ആവും കേട്ടോ. ഇത് ബേസിക്കലി യൂസ് ഫോർ ഡ്രില്ലിങ്, റീമിങ്, ബോറിംഗ്, ടാപ്പിംഗ് ഓപ്പറേഷൻസിനാണ്. ദെൻ ഫോളോവർ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സി ഷേപ്ഡ് സ്ട്രക്ചറാണ്. നേരത്തെ കണ്ടോ, അത് 3 ജോസ് ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതൊരു സി ഷേപ്പായിട്ട് വരയ്ക്കുക, ഇതൊരു ത്രെഡഡ് റോഡ് വരയ്ക്കുക. ദെൻ ഇത് വർക്ക് പീസാണ്, ഇത് ടൂൾ ഫിക്സ് ചെയ്യുന്ന ക്യാരിയേജ്. അപ്പോൾ ഇത്രയുമാണ്. ഇത് ടൂളാണ്. ഇതെല്ലാം ഇവിടെ ഇട്ടിരിക്കുന്ന എല്ലാം ടൂൾ പോസ്റ്റും ക്യാരിയേജുമാണ്. ഇതാണ് ആക്ച്വലി ഈ ഒരു എൻഡാണ്. ദിസ് ഈസ് ദ ഫോളോവർ റെസ്റ്റ്. അപ്പോൾ ഫോളോവർ റെസ്റ്റ് എന്ന് പറയുന്നത് 2 അഡ്ജസ്റ്റബിൾ ജോസ് ഉണ്ട് കണ്ടോ. ഒരു ജോ ഇത്, ഒരു ജോ ഇത്. ഫങ്ഷൻ ഓഫ് ദ ഫോളോവർ റെസ്റ്റ് എന്താണ്? ഈസ് ടു സപ്പോർട്ട് ദ ജോബ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് പ്രിവെൻറ്റ്സ് ഡിഫ്ലക്ഷൻ ഓഫ് ദ ജോബ് വെൻ കട്ടിങ് ആക്ഷൻ ടേക്സ് പ്ലേസ്. റെസ്റ്റിൻ്റെ സെയിം തന്നെ. അപ്പോൾ എന്ത് ചെയ്യും? ഒരു പോർഷൻ ഓഫ് ദ ജോബ് ഈസ് മെഷീൻഡ് ആൻഡ് ഫോളോ റെസ്റ്റ് ഈസ് സെറ്റ് സോ ദാറ്റ് ഇറ്റ് പ്രൊവൈഡ്സ് ദ ബെയറിംഗ് സപ്പോർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു എന്താ പറയുക, ഒരു ടേണിങ് ഓപ്പറേഷൻ ചെയ്യുകയാണ്. ടേണിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഓപ്പറേഷൻ റെഡ്യൂസ് ചെയ്യുമ്പോൾ വലിയ വർക്ക് പീസ് ആണെങ്കിൽ എന്ത് പറ്റും?
വളരെ ഡിഫിക്കൽട്ടാണ് എൻഡിൽ മാത്രം സപ്പോർട്ട് കൊടുത്താൽ. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഫോളോവർ റെസ്റ്റ് യൂസ് ചെയ്യാം. ഫോളോവർ റെസ്റ്റിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഫോളോവർ റെസ്റ്റിനെ മൂവ് ചെയ്യാം. സ്റ്റഡി റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ഫിക്സ് ചെയ്ത് വെക്കാനേ പറ്റൂ. ഫോളോവർ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഫോർ എക്സാമ്പിൾ ഞാനിങ്ങനെ ഒരു വലിയ വർക്ക് പീസ് എടുത്തു, ഞാൻ ഇവിടെ ഫോളോവർ റെസ്റ്റ് ഫിക്സ് ചെയ്തു. ഇനി ഇവിടെ ഒരു ഫോളോവർ റെസ്റ്റ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഈ ഫോളോവർ റെസ്റ്റ് ഇവിടുത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലെ ഓപ്പറേഷൻ ഇത്രയും പാർട്ടിലാണ്, ഇവിടെ ഒരു എൻഡിൽ ഫിക്സ് ചെയ്തു, ഇനി ഇവിടെ ഒരു ഫോളോവർ റെസ്റ്റ് കൊടുത്തു. അപ്പോൾ ഇത്രയും പാർട്ടിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഫോളോവർ റെസ്റ്റ് ഇങ്ങോട്ടേക്ക് നീക്കാം, കുറച്ചുകൂടെ നീക്കിപ്പോൾ. അപ്പം ഇറ്റ് ഫോളോസ് ആക്ച്വലി ദ ജോബ് ഓപ്പറേഷൻസ്. അതിനെയാണ് ഫോളോവർ റെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ദ ലേത്ത് അറ്റാച്ച്മെൻറ്റ്സ്. ലേത്ത് അറ്റാച്ച്മെൻറ്റ്സ് അതും ചോദിക്കാം കേട്ടോ, എസ്എ ക്വസ്റ്റ്യൻ ആണ്. ലേത്ത് ആക്സസറീസ് ഒന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ലേത്ത് അറ്റാച്ച്മെൻറ്റ്സ് ചോദിക്കാം. ലേത്ത് അറ്റാച്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 അറ്റാച്ച്മെൻറ്റ്സ് ആണ് ബേസിക്കലി യൂസ്ഡ് ഫോർ ഡൂയിങ് ഓപ്പറേഷൻസ്. ഈ ഒരു ലിസ്റ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എന്തിനാണ് ലേത്ത് അറ്റാച്ച്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ലേത്ത് അറ്റാച്ച്മെൻറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫോർ ഡൂയിങ് സർട്ടൻ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ടേപ്പർ ടേണിങ്. സെക്കൻഡ് വൺ ഗ്രൈൻഡിങ്. തേർഡ് വൺ ഗിയർ കട്ടിങ്. ഫോർത്ത് വൺ ഈസ് മില്ലിങ്. ഫിഫ്ത്ത് വൺ ത്രെഡ് ചേസിങ്. അപ്പോൾ ആക്ച്വലി അറ്റാച്ച്മെൻറ്റ്സും അക്സസറീസും തമ്മിൽ മാറിപ്പോയത്. അക്സസറീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ supporting, means the jobs, so that we can have a smooth operation. But attachments എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഗ്രൈൻഡിങ് ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ മില്ലിങ് ഓപ്പറേഷൻ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാനാണ് അറ്റാച്ച്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അറ്റാച്ച്മെൻറ്റ്സ് ചോദിക്കും. അപ്പോൾ അറ്റാച്ച്മെൻറ്റ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു 2 അറ്റാച്ച്മെൻറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നീഡ് ഫിഗേഴ്സ്, 5 or 6 മാർക്കിന് ചോദിക്കും. ഫോർ എക്സാമ്പിൾ ടേപ്പർ ടേണിങ്. ടേപ്പർ ടേണിങ് അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടേപ്പർ ടേണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു ജോബ് ഉണ്ടെന്ന് കരുതുക. ഈ എൻഡ് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് എനിക്ക് ഇവിടെ എലോങ് ദ ലെങ്ത് ഇങ്ങനെ ഇതിൻ്റെ ഡയമീറ്റർ കുറച്ച് കൊടുക്കണം. അതായത് ഇവിടെ ഒരു ടേപ്പർ, ഇതിനെയാണ് എന്ത് പറയുന്നത്? ടേപ്പർ എന്ന് പറയുന്നത്. ഇങ്ങനെ ചരിഞ്ഞു പോകുന്ന ലൈനിന്. അപ്പം ഇങ്ങനെ ഒരു ടേപ്പർ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം അങ്ങനെ ടേപ്പർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ യൂഷ്വലി നമുക്കറിയാം ടൂൾ പോസ്റ്റിലുള്ള ടൂള് അങ്ങോട്ട് ക്രോസ് സ്ലൈഡും ലോഞ്ചിറ്റ്യൂഡൽ മൂവ്മെൻറ്റും മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനേ പറ്റൂ, അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ടേപ്പർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ അതിനെയാണ് ടേപ്പർ ടേണിങ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ടേപ്പർ ടേണിങ് അറ്റാച്ച്മെൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ടേപ്പർ ടേണിങ് അറ്റാച്ച്മെൻറ്റിൽ എന്ത് ചെയ്യുന്നു? ആക്ച്വലി നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതൊരു ടെയിൽ സ്റ്റോക്ക്, ഇതൊരു ഹെഡ് സ്റ്റോക്ക്. എന്ത് ചെയ്യുന്നു? ഇത് വർക്ക് പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ്? ടൂള്. കണ്ടോ? ഈ ടൂള്, ഈ ടേപ്പർ ടേണിങ് അറ്റാച്ച്മെൻറ്റ് വരുമ്പം ഒരു ടൂൾ എന്തിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേറ്റ് കണ്ടോ? ദിസ് വൺ. ഇതിലാണ് ടൂൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടൂള് ഇങ്ങനൊരു സംഭവത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചാണ് ടൂള് മൂവ് ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ഒരു പ്ലേറ്റിൽ ടൂൾ അറ്റാച്ച് ചെയ്തിരിക്കും. ഇതാണ് ആ പ്ലേറ്റ്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ പ്ലേറ്റ് വരയ്ക്കുക. ഈ പ്ലേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ഒരു മെക്കാനിസം ഗൈഡ് ബ്ലോക്ക് വരയ്ക്കുക. ഇവിടെ 2 രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടോ? ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഗൈഡിങ് ബാർ വെച്ചിട്ട് ഈ എൻറ്റയർ പ്ലേറ്റിനെ ശകലം അങ്ങോട്ട് ചരിക്കാം. ചരിക്കുമ്പോൾ എന്ത് പറ്റും? ആദ്യം ആക്സിസ് ഇതായിരുന്നു, ഞാൻ ചരിച്ചപ്പോൾ എന്ത് പറ്റി? പുതിയ ആക്സിസിലേക്ക് മാറി. അപ്പോൾ ഇത് ജസ്റ്റ് ഇത്രയും ആംഗിൾ ഡീവിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ടൂൾ എന്ത് പറ്റും? അതിനനുസരിച്ച് അങ്ങോട്ട് മാറും, ഇങ്ങോട്ടേക്ക് ചരിഞ്ഞ് നിൽക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ടൂളിൻ്റെ ആക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് ടേപ്പർ ടേണിങ് അറ്റാച്ച്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ടേപ്പർ ടേണിങ് അറ്റാച്ച്മെൻറ്റ് ലെയ്ത്തിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ടൂൾ പോസ്റ്റ് വരച്ചിട്ട് ടൂള് കാണിച്ചിട്ട് ആ ടൂൾ ഒരു പ്ലേറ്റിനകത്താണ് ഫിക്സ് ചെയ്യുന്നത്. ഈ പ്ലേറ്റ് എന്ത് ചെയ്യുന്നു? ഒരു ഗൈഡ് ബ്ലോക്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഗൈഡ് ബ്ലോക്ക് ഒരു ഗൈഡിങ് ബാറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗൈഡിങ് ബാറിനെ നമുക്ക് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ തിരിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് ടേപ്പർ ടേണിങ് നടത്താൻ പറ്റും. ഇതാണ് വൺ ഓഫ് ദ രീതി. ടേപ്പർ ടേണിങ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന ടേപ്പർ ടേണിങ് ചെയ്യാൻ പറ്റുന്നത് വേറെ രീതിയിലും ചെയ്യാൻ പറ്റും, പക്ഷേ ടേപ്പർ ടേണിങ് അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഓക്കെ,
ഇനി അടുത്തത് ഗ്രൈൻഡിങ്. ഒബ്വിയസ്ലി ഗ്രൈൻഡിങ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ എന്താണ്, നമ്മൾ വർക്ക് പീസ് ഇവിടെ ഇത് വർക്ക് പീസ് ഫിക്സ് ചെയ്തിട്ടില്ല, ഇവിടെ വർക്ക് പീസ് ഫിക്സ് ചെയ്യുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. വർക്ക് പീസ് ഫിക്സ് ചെയ്തു. വർക്ക് പീസ് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് സാധാരണ ടൂൾ വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഗ്രൈൻഡിങ്ങിൻ്റെ ഉള്ള അറ്റാച്ച്മെൻറ്റ് കൊടുത്തു. ഇതാണ് ഗ്രൈൻഡിങ് വീൽ. ഗ്രൈൻഡിങ് വീല് ആക്ച്വലി ഗ്രൈൻഡിങ് വീല് ഇവിടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു ഗ്രൈൻഡിങ് വീൽ കാണിച്ചിട്ടുണ്ട്. ഗ്രൈൻഡിങ് വീൽ ഞാൻ ഇതൊന്ന് പറയാൻ കാരണം, യൂഷ്വലി ഗ്രൈൻഡിങ് വീലിൽ ചെറിയ ചെറിയ ഡോട്ട്സ് ഇടും, അതാണ് അബ്രസീവ് പാർട്ടിക്കിൾസ് ആണ്. അത് ഗ്രൈൻഡിങ്ങിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഇതാണ് ഗ്രൈൻഡിങ് വീൽ. അപ്പോൾ ഗ്രൈൻഡിങ് വീൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരയ്ക്കേണ്ടത് ജസ്റ്റ് ഒരു സെപ്പറേറ്റ് അറ്റാച്ച്മെൻറ്റ് ഇതുപോലെ വരച്ച് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ നോർമലി ഹെഡ് സ്റ്റോക്കാണ്. ഇവിടെയാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഈ ഒരു സെപ്പറേറ്റ് അറ്റാച്ച്മെൻറ്റ് വരച്ച് ഇത് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡിങ് ഓപ്പറേഷൻ എന്താണ്? ഇറ്റ് ഈസ് എ സർഫസ് ഫിനിഷിംഗ് ഓപ്പറേഷൻ. അപ്പോൾ ഇതാണ് ഗ്രൈൻഡിങ് അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഗ്രൈൻഡിങ് അറ്റാച്ച്മെൻറ്റ് നോക്കിയിട്ട് വരയ്ക്കുക. ദെൻ ഗിയർ കട്ടിങ്. ഗിയർ കട്ടിങ് യൂഷ്വലി ചോദിക്കാറില്ല, പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫിഗർ നിങ്ങൾ വരച്ചാൽ കൊള്ളാം. ഗിയർ കട്ടിങ്. പക്ഷേ ഈ ഒരു ഫിഗർ കുറച്ച് കോംപ്ലക്സ് ആണ്, അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗിയർ കട്ടിങ് എന്ന് പറയുന്നത് ബേസിക്കലി യൂസ് ടു കട്ട് ഗിയർ ടീത്ത്. അപ്പോൾ ലെയ്ത്തിൽ നമുക്ക് ഗിയർ കട്ടിങ് ഓപ്പറേഷനും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഗിയർ കട്ടിങ് ചെയ്യണമെങ്കിൽ ഇൻഡെക്സിങ് എന്ന് പറഞ്ഞൊരു സംഭവം പഠിക്കണം. അത് ആ കറസ്പോണ്ടിങ് മോഡ്യൂളിലേക്ക് വരുമ്പം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഗിയർ കട്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി കട്ടിങ് ഓഫ് ഗിയർ ടീത്ത് ഓൺ എ പർട്ടിക്കുലർ സർക്കുലർ ബ്ലാങ്ക് യൂസിങ് ദ ഹെൽപ്പ് ഓഫ് എ ഗിയർ, യൂസിങ് ഹെൽപ്പ് ഓഫ് എ ലെയ്ത്ത്. ഓക്കെ, അത് അങ്ങ് ജസ്റ്റ് അങ്ങ് അതിൻ്റെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി, ഫിഗറൊന്നും ചോദിക്കത്തില്ല. മില്ലിംഗ് ലെയ്ത്ത് അറ്റാച്ച്മെൻറ്റ്. ഈ മില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മില്ലിങ്ങും ഗ്രൈൻഡിങ് പോലൊരു ഓപ്പറേഷനാണ്, പക്ഷേ സർഫസ് ഫിനിഷിംഗ് ഓപ്പറേഷൻ തന്നെയാണ്, പക്ഷേ അത്രയും ലെവലിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഹെഡ് സ്റ്റോക്ക്, ഇവിടെ ഹെഡ് സ്റ്റോക്ക് കാണിച്ചിരിക്കുന്നു, അതിൽ നിന്ന് വർക്ക് പീസ് ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇതാണ് എൻറ്റയർ തിങ്ങിനെയാണ് എന്ത് പറയുന്നത്, മില്ലിംഗ് അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ മില്ലിംഗ് അറ്റാച്ച്മെൻറ്റിൽ ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് ഇതൊട്ടും കാണാം, ഇവിടെ ഒരു ഗ്രാജുവേറ്റഡ് ബേസ് ഉണ്ട്. ഈ ബേസ് അനുസരിച്ച് ഈ എൻറ്റയർ യൂണിറ്റിനെ എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കാം. അപ്പോൾ ഇത് പൊക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ ഈ ക്ലാമ്പിംഗ് സ്ക്രൂ ഉണ്ട്, ഇതെല്ലാം ഫിക്സ്ഡ് ആണ്. ആദ്യം ഇത് എൻറ്റയർ യൂണിറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ക്ലാമ്പിംഗ് സ്ക്രൂവിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വർക്ക് പീസിനെ നമുക്ക് ഫിക്സ് ചെയ്യാം. വർക്ക് പീസിനെ ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഹെഡ് സ്റ്റോക്കിൽ നിന്ന് വരുന്ന ഇവിടെ കാണിച്ചിരിക്കുന്ന ഹെഡ് സ്റ്റോക്കിൽ നമ്മൾ എൻ മില്ല് എന്ന് പറഞ്ഞൊരു ചെറിയ ടൂൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതിനെ വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബേസിക്കലി മില്ലിംഗ് അറ്റാച്ച്മെൻറ്റ്. മില്ലിംഗ് ബേസിക്കലി യൂസ് ചെയ്യുന്നത് ആംഗുലർ എന്താ പറയുന്നത്, ആംഗുലർ പൊസിഷൻസ് കട്ട് ചെയ്യാനും ടീ സ്ലോട്ട്സ് ഒക്കെ കട്ട് ചെയ്യാനാണ് മില്ലിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മില്ലിംഗ് അറ്റാച്ച്മെൻറ്റ്. ഫൈനലി ത്രെഡ് ചേസിങ്. ത്രെഡ് ചേസിങ് ചോദിക്കാറില്ല. ത്രെഡ് ചേസിങ് യൂഷ്വലി എന്തിനാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇറ്റ് ഈസ് യൂസ് ടു കട്ട് ത്രെഡ്സ് ഓൺ എ ലെയ്ത്ത്. ആൻഡ് ത്രെഡ് കട്ട് ചെയ്യാനുള്ള മെക്കാനിസം എന്തായിരുന്നു, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലീഡ് സ്ക്രൂ. അപ്പോൾ ലീഡ് സ്ക്രൂ യൂഷ്വലി യൂസ് ചെയ്ത് ത്രെഡ് കട്ട് ചെയ്യാം. ലീഡ് സ്ക്രൂവിൻ്റെ കൂടാതെ എന്ത് ചെയ്യുന്നു, ലെയ്ത്തിൽ നമുക്ക് ത്രെഡ് ചേസ് ടൈൽസും കാണും, വിച്ച് ഈസ് ഫിക്സ്ഡ് ഓർ അറ്റാച്ച് ടു ദ കാരിയേജ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ത്രെഡ്സ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഓപ്പറേഷൻസ് ഡൺ ഓൺ ലെയ്ത്ത്. അതങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. അതൊരു 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ലിസ്റ്റ് എനി 6 ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി ഡൺ ഓൺ ലെയ്ത്ത്. അപ്പോൾ ലെയ്ത്തിൽ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസും ലെയ്ത്തിൽ ചെയ്യാം. ഹോൾഡിംഗ് ദ വർക്ക് പീസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓർ ബൈ എ ചക്ക്. അങ്ങനെ വർക്ക് പീസ് ചക്കിൻ്റെ ഇടയ്ക്ക് അതായത് ടെയിൽ സ്റ്റോക്കിൻ്റെയും ഹെഡ് സ്റ്റോക്കിൻ്റെയും ഇടയ്ക്ക് അങ്ങനെ വെച്ച് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കുറേ ഓപ്പറേഷൻസാണ് ഇവിടെ A to O എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് സ്ട്രെയിറ്റ് ടേണിംഗ് ഉണ്ട്, ടേപ്പർ ടേണിംഗ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഓക്കെ, രണ്ടാമത്തത് ഹോൾഡിംഗ് ദ വർക്ക് ബൈ ചക്ക് കുറേ ഫേസ് പ്ലേറ്റ്, ആംഗുലർ പ്ലേറ്റും ഒക്കെ വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രില്ലിംഗ് നടത്താൻ പറ്റും, റീമിങ്, ബോറിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നടത്താൻ പറ്റും. പിന്നെ സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആക്സസറീസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ഓപ്പറേഷൻസ് പോലെ തന്നെ അറ്റാച്ച്മെൻറ്റ്സ് യൂസ് ചെയ്ത് ഗിയർ കട്ടിങ് ചെയ്യാൻ പറ്റും, ഗ്രൈൻഡിങ് ചെയ്യാൻ പറ്റും, ത്രെഡ് കട്ടിങ് ചെയ്യാൻ പറ്റും, മില്ലിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓപ്പറേഷൻസ് ഡൺ ഓൺ എ ലെയ്ത്ത് എന്ന് ചോദിച്ചാൽ യു ക്യാൻ ഡു എ വെറൈറ്റി ഓഫ് ഓപ്പറേഷൻസ് ഓൺ ദ ലെയ്ത്ത്. അത് ഓർമ്മ വേണം. ഓക്കെ, ആൻഡ് ഇനിയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ മൊഡ്യൂൾ 1 കട്ടിംഗ് സ്പീഡ്, ഫീഡ് ആൻഡ് ഡെപ്ത് ഓഫ് കട്ട്. മേ ബി യു ക്യാൻ എക്സ്പെക്ട് എ പർട്ടിക്കുലർ പ്രോബ്ലം. അത് ലെയ്ത്തിൻ്റെ എല്ലാ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസിനുമല്ല, ഇറ്റ് ഈസ് ആക്ച്വലി സ്പെസിഫിക്കലി ഫോർ ടേണിംഗ് ഓപ്പറേഷൻസ്. അപ്പോൾ കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത്
എന്താണ് കട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ പൈ ഡി എൻ ബൈ 1000, വേർ ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ വർക്ക് പീസ്. എൻ എന്ന് പറഞ്ഞാൽ സ്പിൻഡിൽ സ്പീഡ്. സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹെഡ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അവിടെ നിന്നൊരു സ്പിൻഡിൽ വഴി വന്നിട്ടാണ് അത് എന്തിലേക്ക് വരുന്നത്, സെൻറ്ററിലേക്ക്. ഇവിടെ വർക്ക് പീസ് ഫിക്സ് ചെയ്യും, ഇത് വർക്ക് പീസ്. അപ്പോൾ ഈ സ്പിൻഡിലിൻ്റെ സ്പീഡാണ് എന്ത് പറയുന്നത്, എൻ എന്ന് പറഞ്ഞ് റൊട്ടേഷൻ തന്നിരിക്കുന്നത്. ഇത് വർക്ക് പീസിൻ്റെ ഡയമീറ്റർ ഓഫ് ദ വർക്ക് പീസ്. അപ്പോൾ വർക്ക് പീസിൻ്റെ ഡയമീറ്ററും സ്പിൻഡിൽ സ്പീഡും അറിയാമെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ കട്ടിംഗ് സ്പീഡ് യൂസിങ് ദ എക്സ്പ്രഷൻ പൈ ഡി എൻ ബൈ 1000 ആൻഡ് പ്ലീസ് നോട്ട് ദ യൂണിറ്റ്, ഇറ്റ് വിൽ ബി ഇൻ മീറ്റേഴ്സ് പെർ മിനിറ്റ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ആൻഡ് ഫീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനിയും കട്ടിംഗ് സ്പീഡ്, ഫീഡ് ആൻഡ് ഡെപ്ത് ഓഫ് കട്ട് എന്നാണ് സിലബസിൽ. അപ്പോൾ കട്ടിംഗ് സ്പീഡ് നമ്മൾ നോക്കി, ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിച്ചാൽ ചെയ്യാൻ അറിയാമല്ലോ അല്ലേ. 3-4 മാർക്കിന് പ്രോബ്ലം വരും. അത് ചോദിച്ചു കഴിഞ്ഞാൽ പൈ ഡി എൻ ബൈ 1000 ആണ് കട്ടിംഗ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഫീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഫീഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ദ കട്ടിംഗ് ടൂൾ അഡ്വാൻസസ് പെർ 1 റെവല്യൂഷൻ ഓഫ് ദ വർക്ക് പീസ്. അതായത് വർക്ക് പീസ് ഒരു റെവല്യൂഷൻ കറങ്ങുമ്പോൾ ടൂള് എത്രത്തോളം അഡ്വാൻസ് ചെയ്യുന്നു, അതാണ് ഫീഡ്. ഇറ്റ് ഈസ് മില്ലിമീറ്റർ പെർ റെവല്യൂഷൻ ആണ് ഫീഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനിയും ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുന്നത് എന്താണ്, ഡെപ്ത് ഓഫ് കട്ട് ഈസി ആയിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു വർക്ക് പീസ് എടുത്തു, ഇതിപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റാണ്. ഈ ഹൈറ്റ് എനിക്ക് ഇത്രയുമായിട്ട് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഡെപ്ത് ഓഫ് കട്ട് എന്തായിരിക്കും, ഇത്രയും അല്ലേ. അപ്പോൾ ആക്ച്വലി ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുന്നത് നമ്മൾ എത്ര ഡെപ്ത് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഡെപ്ത് ഓഫ് കട്ട് കണ്ടുപിടിക്കാനാണ് ഇവിടെ ഫോർമുല ഇട്ടിട്ടുള്ളത് ഡി മൈനസ് ഡി സി ബൈ 2, വേർ ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ അൺഫിനിഷ്ഡ് പാർട്ട് ആൻഡ് ഡി സി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ ഫിനിഷ്ഡ് വർക്ക്. അതായത് നമ്മൾ ടോട്ടൽ ഡയമീറ്റർ ഡി ആണെന്ന് കരുതുക, നമ്മൾ ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം സേ എക്സാമ്പിൾ 5 mm, 5 mm നിന്ന് നമ്മൾ എത്രയിലേക്ക് 4 mm റെഡ്യൂസ് ചെയ്താൽ ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിംഗ്ലി 1 mm ആയിരിക്കും. അതുപോലെ തന്നെ അപ്പം ഏതിനും ഡെപ്ത് ഓഫ് കട്ട് കണ്ടുപിടിക്കാൻ ഡയമീറ്റർ ഓഫ് ദ അൺഫിനിഷ്ഡ് വർക്ക് മൈനസ് ഡി സി ബൈ 2. ഫോർ എക്സാമ്പിൾ ഡി സി എന്ന് പറഞ്ഞാൽ എന്താ, ഡയമീറ്റർ ഓഫ് ദ ഫിനിഷ്ഡ് വർക്ക്. ഫോർ എക്സാമ്പിൾ എനിക്ക് 5 mm ആയിരുന്നു ടോട്ടൽ ഡയമീറ്റർ, 4 mm റെഡ്യൂസ് ചെയ്തു. ഓക്കെ. ഇപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ 5, ഡി സി എന്ന് പറഞ്ഞാൽ 4 mm. ഇപ്പോൾ ഡെപ്ത് ഓഫ് കട്ട് എത്ര ആയിരിക്കും, 5 മൈനസ് 4 ബൈ 2, ദാറ്റ് മീൻസ് 5 മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 3. ദാറ്റ് ഈസ് ദ ഡെപ്ത് ഓഫ് കട്ട്. ഓക്കെ. ഇപ്പോൾ ഡെപ്ത് ഓഫ് കട്ട് ഈസ് ഡി മൈനസ് ഡി സി ബൈ 2, ഓർമ്മ വേണം. ഇപ്പോൾ ഫോർമുലാസ് ജസ്റ്റ് പറയുകയാണ്. പൈ ഡി എൻ ബൈ 6000 എന്തായിരുന്നു കട്ടിംഗ് സ്പീഡ്. ഇനി ചിലപ്പോൾ ടൈം ഫോർ മെഷീനിങ് ചോദിക്കും കേട്ടോ. ടൈം ഫോർ മെഷീനിങ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദ ഇക്വേഷൻ എൽ പ്ലസ് L0 ബൈ FN. ഇമ്പോർട്ടൻ്റ് ആണ്. മെഷീനിങ് ടൈമും യൂഷ്വലി ചോദിക്കാറുണ്ട്. അപ്പോൾ L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ജോബ്. ഞാൻ ടോട്ടൽ ഒരു ജോബ് എടുത്തു, ഈ ജോബ് ടൂൾ ഇതാ ഇവിടം തൊട്ട് ഇവിടെ വരെ വന്ന് ഫിനിഷ് ചെയ്യണം അല്ലേ ടൂള്, അത്രയും അല്ലേ ടൈം എന്ന് പറയുന്നത്, ടൈം ഫോർ മെഷീനിങ്. അപ്പോൾ ഇത്രയും ലെങ്ത് ആണെങ്കിൽ L. ഇപ്പോൾ L പ്ലസ് L0 എന്താണ്, L0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ചിലപ്പോൾ നമുക്ക് ആദ്യമേ നമ്മൾ ടൂൾ ഇവിടെ അല്ല കൊടുക്കുന്നത്. ടൂൾ പെട്ടെന്ന് വന്ന് തട്ടിക്കഴിഞ്ഞാലുള്ള പ്രോബ്ലം കാരണം നമ്മൾ ടൂൾ കുറച്ച് ഡിസ്റ്റൻസിൽ മാറ്റി നിർത്തും. അതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ടൂളിനെ വെളിയിലേക്ക് എടുക്കും. അപ്പോൾ അത്രയും ടൈമിൽ എന്തായിരിക്കും, മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടോട്ടൽ ലെങ്ത്തിനെയാണ്, അതായത് ആക്ച്വൽ ഇത്രയും ലെങ്ത്തിനെയാണ് എന്ത് പറയുന്നത്, L0 എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഓവർ ട്രാവൽ, അതായത് ജോബിൽ നിന്ന് കുറച്ച് ടൂൾ എന്തായാലും കുറച്ച് ഓവർ ട്രാവൽ നടത്തണം, അതിനെയാണ് L0 എന്ന് പറഞ്ഞ് ഇന്നോട്ട് ചെയ്യുന്നത്. അപ്പം ടൈം ഫോർ മെഷീനിങ്ങിൽ ഐദർ നിങ്ങൾക്ക് L0 തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ L ബൈ FN എന്ന് എടുക്കാം, അല്ലെങ്കിൽ ഓവർ ട്രാവൽ തന്നിട്ടുണ്ടെങ്കിൽ ഓർമ്മ വേണം L പ്ലസ് L0. ഇപ്പോൾ L പ്ലസ് L0 ഡിവൈഡ് ബൈ എഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഫീഡ് റേറ്റ് തന്നിരിക്കും. N എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പിൻഡിൽ സ്പീഡ്, ഓർമ്മ വേണം കേട്ടോ. ഓവർ ട്രാവൽ യൂഷ്വലി 2 to 3 mm ഐദർ സൈഡിൽ ആയിരിക്കും. അത് ക്വസ്റ്റ്യനിൽ തരും കേട്ടോ. അസ്യൂം ചെയ്യാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർ ട്രാവൽ ഇല്ലാതെ മെഷീനിങ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് L ബൈ FN, അല്ലെങ്കിൽ L പ്ലസ് L0 ബൈ FN. ഓക്കെ. ഇനിയും റഫിംഗ് പാസ്, ഫിനിഷിംഗ് പാസ്, അത് രണ്ടും ഉണ്ട്. പക്ഷേ അത് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, സിലബസിൽ അത് കൊടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ. ജസ്റ്റ് നോട്ട് ചെയ്യുക റഫിംഗ് പാസും ഫിനിഷിംഗ് പാസും. ഇപ്പോൾ റഫിംഗ് പാസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കട്ട് കൊടുക്കുക, പിന്നെ സ്മൂത്തായിട്ട് ഒരു ടൂൾ വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നത് ഫിനിഷിംഗ് പാത്ത്. അപ്പോൾ അതിൻ്റെ ഡയമീറ്ററുള്ള ഇക്വേഷനാണ്, അത് വിട്ടേക്കുക. പിന്നെ പക്ഷേ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്,
പവർ ഓഫ് ദ മെഷീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എഫ് ഇൻറ്റു വി. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ടിംഗ് ഫോഴ്സ്. വി എന്ന് പറഞ്ഞാൽ എന്താ? കട്ടിംഗ് സ്പീഡ്. അപ്പോൾ കട്ടിംഗ് ഫോഴ്സ് ഇൻറ്റു കട്ടിംഗ് സ്പീഡ് ബൈ പവർ ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? അപ്പോൾ കട്ടിംഗ് ഫോഴ്സ് ഇൻറ്റു കട്ടിംഗ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ 60 ആണ് പവർ. അപ്പോൾ കട്ടിംഗ് ഫോഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? കട്ടിംഗ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷനാണ് കട്ടിംഗ് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും ന്യൂട്രൺ ആണ് അല്ലേ? അപ്പോൾ കട്ടിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു ഡി ഇൻറ്റു എഫ്. ഡി ഇൻറ്റു എഫ് എന്ന് പറയുന്നത് എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് കട്ടും എഫ് എന്ന് പറഞ്ഞാൽ ഫീഡ് റേറ്റും. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്തായാലും ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മില്ലിമീറ്റർ സ്ക്വയർ. അപ്പം കെ എന്ന് പറയുന്നതിനെ ഒരു സ്പെസിഫിക് കട്ടിംഗ് പ്രഷറാണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. കെ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കട്ടിംഗ് പ്രഷർ. അപ്പോൾ അത് തന്നിട്ടുണ്ടെങ്കിൽ കെ ഇൻറ്റു ഡി ഇൻറ്റു എഫ് എന്ത് കിട്ടും? കട്ടിംഗ് ഫോഴ്സ് കിട്ടും. കട്ടിംഗ് ഫോഴ്സ് എഫ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി ഇൻറ്റു എഫ്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദിസ് വൺ ഇൻറ്റു ഡി. അതിൻ്റെ കൂട്ടത്തിൽ വി. വി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, പൈ ഡി എൻ ബൈ 1000. അപ്പം പവർ റിക്വയർഡ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു വി ബൈ 60. കെ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെറ്റീരിയൽ. ആ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് കട്ടിംഗ് പ്രഷറാണ്. അത് ക്വസ്റ്റ്യനിൽ തരും. ഒരു ക്വസ്റ്റ്യൻ തരുവാണ്, യു ആർ ആക്ച്വലി മെഷീനിങ് എ പീസ് ഓഫ് അലൂമിനിയം അല്ലെങ്കിൽ ഒരു സ്റ്റീൽ, സ്പെസിഫിക് കട്ടിംഗ് പ്രഷർ ഈസ് ഗിവൺ ആസ് എന്ന് പറഞ്ഞ് തരും കേട്ടോ. ആ സ്പെസിഫിക് കട്ടിംഗ് പ്രഷർ എന്ന് പറഞ്ഞാൽ കെ ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് കട്ട്, എഫ് എന്ന് പറഞ്ഞാൽ ഫീഡ് റേറ്റ്, വി എന്ന് പറഞ്ഞാൽ കട്ടിംഗ് സ്പീഡ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് പ്രോബ്ലംസ് ആണ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാനിത് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, വെറുതെ നമ്മൾ സമയം കളയും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. Okay, the second question, and coming to the next topic is tool room lathe. അപ്പോൾ ഇത് പറയാൻ കാരണം ലെയ്ത്തിൽ തന്നെ ഇനിയും നിങ്ങൾ സിലബസിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇമ്മീഡിയറ്റ്ലി ലെയ്ത്തിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ സെക്ഷൻ ലെയ്ത്തിൽ പറയുന്നത് യു നീഡ് ടു ഡിസ്കസ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെയ്ത്ത്. അവിടെയാണ് സെൻട്രൽ ലെയ്ത്ത്, എൻജിൻ ലെയ്ത്ത് എന്ന് പറയുന്നത്. അവിടെ സെൻട്രൽ ലെയ്ത്ത് എന്ന് പറയുന്നത് നോർമലി നമ്മൾ ആദ്യം പഠിച്ച ലെയ്ത്താണ് സെൻട്രൽ ലെയ്ത്ത്, അതുകൊണ്ടാണ് അത് പറയാത്തത്. രണ്ടാമത്തത് ടൂൾ റൂം ലെയ്ത്ത്, പിന്നെ ക്യാപ്സ്റ്റൺ ടററ്റ് ലെയ്ത്ത്, പിന്നെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ സ്പിൻഡിൽ മെഷീൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം എല്ലാം. ലെയ്ത്തിൻ്റെ വർക്കിംഗ് ഇനി അറിയാമല്ലോ, അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല. ടൂൾ റൂം ലെയ്ത്ത് എന്ന് പറഞ്ഞാൽ പ്രിസിഷൻ എൻജിൻ ലെയ്ത്താണ്. പ്രിസിഷൻ ലെയ്ത്ത്. അപ്പോൾ ലെയ്ത്ത് തന്നെയാണത്. ആക്ച്വൽ ലെയ്ത്തിൻ്റെ എല്ലാ അറ്റാച്ച്മെൻറ്റ്സും എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. ഹെഡ് സ്റ്റോക്ക് ഉണ്ട്, ഫീഡ് റോഡ് ഉണ്ട്, ലീഡ് സ്ക്രൂ എല്ലാം ഉണ്ട്. പക്ഷേ വിത്ത് അഡീഷണൽ അറ്റാച്ച്മെൻറ്റ് നീഡഡ് ഫോർ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് ഓപ്പറേഷൻസ്. അഡീഷണൽ അറ്റാച്ച്മെൻറ്റ്സ് നീഡഡ് ഫോർ ടൂൾ ഉണ്ടാക്കാനും ഡൈസ് ഉണ്ടാക്കാനുമുള്ള അഡീഷണൽ അറ്റാച്ച്മെൻറ്റ്സ് ഓർമ്മ വേണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൈൻഡിങ് അറ്റാച്ച്മെൻറ്റ്, മില്ലിങ് അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അതുപോലുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഉള്ള ലെയ്ത്തിനെയാണ് ടൂൾ റൂം ലെയ്ത്ത് എന്ന് പറയുന്നത്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡൂയിങ് or manufacturing tool and die. But it has spindle speed ranging from different speeds up to 2500. അപ്പോൾ അതിൽ എന്തൊക്കെ കാണും? നമ്മൾ അറ്റാച്ച്മെൻറ്റ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ അറ്റാച്ച് ചെയ്തതാണ്. നോർമലി ടേപ്പർ ടേണിങ് അറ്റാച്ച്മെൻറ്റ് കാണും. പിന്നെ അതിനകത്ത് നോർമലി ലീഡ് സ്ക്രൂസ് സാധാരണ ഉള്ളതിനകത്തുള്ളതുപോലെ കാണും. പിന്നുള്ള ആക്സസറീസ് എല്ലാം കാണും കേട്ടോ. അപ്പോൾ അത് നോർമൽ ലെയ്ത്ത് തന്നെയാണ്. അപ്പോൾ നോർമൽ ലെയ്ത്ത്, അപ്പോൾ അതിനകത്ത് ഫിഗർ വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് എ നോർമൽ ലെയ്ത്ത് അലോങ് വിത്ത് ദീസ് അറ്റാച്ച്മെൻറ്റ്സ്. അതൊന്ന് വരച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ടൂൾ റൂം ലെയ്ത്ത് ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതുക. നെക്സ്റ്റ് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ക്യാപ്സ്റ്റണും ടററ്റ് ലെയ്ത്തും. ക്യാപ്സ്റ്റൺ ടററ്റ് ലെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ചോദിക്കും. അപ്പോൾ ക്യാപ്സ്റ്റൺ ടററ്റ് ലെയ്ത്ത് എന്ന് പറഞ്ഞാൽ വളരെ പഴയ ലെയ്ത്തുകൾ തന്നെയാണ്. പക്ഷേ അത് നോർമൽ ലെയ്ത്തിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം നോർമൽ ലെയ്ത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടൂൾ പോസ്റ്റ് മാത്രമേ ഉള്ളൂ. ആ ടൂൾ പോസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ടൂൾ അറ്റാച്ച് ചെയ്യണം. പക്ഷേ ക്യാപ്സ്റ്റണും ടററ്റ് ലെയ്ത്തിലും അതല്ല. ക്യാപ്സ്റ്റൺ ടററ്റ് ലെയ്ത്തിൽ നമുക്ക് അറ്റ് എ ടൈം ഒരുപാട് ടൂൾസ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ആ ഒരുപാട് ടൂൾസ് അറ്റാച്ച് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ വി ക്യാൻ ഹാവ് എ ടൂൾ ഡിസൈൻ ഓഫ് ദ ടൂൾ പോസ്റ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ലെയ്ത്തിൽ പറഞ്ഞ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ബെഡ്, ലീഡ് സ്ക്രൂ എല്ലാം ഉണ്ട്, ക്യാരേജും ഉണ്ട്. ഇവിടെ ഒരു ടൂൾ സ്ലൈഡ് പോസ്റ്റ് ഉണ്ട്, അവിടെ ടൂൾസ് അറ്റാച്ച് ചെയ്യാം. അതുകൂടാതെ ടെയിൽ സ്റ്റോക്ക് അങ്ങ് മാറ്റി. നമ്മളിവിടെ ടെയിൽ സ്റ്റോക്ക് അല്ലായിരുന്നു കൊണ്ട് അത് മാറ്റി ഒരു റാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദിസ് വൺ, ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു റാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റാമിൻ്റെ മുകളിൽ ഒരു ഹെക്സഗണൽ ടററ്റ് എന്ന് പറഞ്ഞാൽ 6 ടൂള്
ഫോർ എക്സാമ്പിൾ എനിക്ക് ഡ്രില്ല് ചെയ്യാനൊരു ടൂള്, ഗ്രൈൻഡ് ചെയ്യാനൊരു ടൂള്, മില്ല് ചെയ്യാനൊരു ടൂള്, അങ്ങനെ കുറേ ടൂൾസ് അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്, ഗ്രൈൻഡിങ് എന്ന് പറയും. ടർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഹെക്സഗണൽ ടർട്ട് എന്ന് പറഞ്ഞാൽ 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾ അതിനകത്ത് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതാണ് ക്യാപ്സ്റ്റൺ ലെയ്ത്ത്. ക്യാപ്സ്റ്റൺ ലെയ്ത്തിൽ നിങ്ങൾ നോക്കിക്കേ, ഒരു റാമിന് മുകളിലാണ് ഈ ടററ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാപ്സ്റ്റൺ ആണെങ്കിലും ടററ്റ് ലെയ്ത്തിലാണെങ്കിലും ടററ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ക്യാപ്സ്റ്റൺ വരയ്ക്കുമ്പം ടററ്റ് എന്ന് പറഞ്ഞ് വിട്ടുപോകരുത്. ടററ്റ് എന്നുള്ളത് രണ്ടിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ഫിഗർ വരയ്ക്കുമ്പം അയ്യോ ക്യാപ്സ്റ്റൺ ലെയ്ത്തിൽ ടററ്റ് ഇല്ലേ എന്നുള്ളത് ആലോചിക്കരുത്. ടററ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ആൻ അറ്റാച്ച്മെൻറ്റ് വിച്ച് ഈസ് യൂസ് ടു ഹോൾഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾ. ഓക്കെ, ഇനി ടററ്റ് ലെയ്ത്ത് നോക്കിയേ. ടററ്റ് ലെയ്ത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെഡ് സ്റ്റോക്ക് ഉണ്ട്, പിന്നുള്ളത് എന്താ ടൂൾ പോസ്റ്റ് ഉണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷേ ഹെക്സഗണൽ ടററ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റാമിലല്ല. നേരത്തെ ഇതൊരു റാമിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റും, ഈ റാമിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്ത് വരാം. അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഏതിനകത്തുണ്ട്, ക്യാപ്സ്റ്റണിനകത്തുണ്ട്. പക്ഷേ ടററ്റ് ലെയ്ത്തിനകത്ത് അതില്ല, അത് ഫിക്സ്ഡ് ആണ് കേട്ടോ. ടററ്റ് സ്ലാഡിൽ ഇതിൽ ഫിക്സ്ഡ് ആണ്. ക്യാപ്സ്റ്റണിൽ എന്താണ്, ഈ റാമിൽ എലോങ് ഇങ്ങനെ മൂവ് ചെയ്യാം ഈ ഹെക്സഗണൽ ടററ്റിന്. പക്ഷേ ഇവിടെ അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല. എലോങ് വിത്ത് ദ ടററ്റ് സ്ലാഡിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള കേസ് ഉള്ളത് കൊണ്ട് തന്നെ ക്യാപ്സ്റ്റൺ ലെയ്ത്ത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ഓപ്പറേഷൻ യൂസ് ചെയ്യാൻ പറ്റും. രണ്ടിൻ്റെയും ബേസിക് പർപ്പസ് സെയിം ആണ് കേട്ടോ. ഇനിയും അപ്പോൾ രണ്ടും ചോദിക്കുമ്പോഴുള്ള ഡിഫറൻസ് എന്താണ്, ബാക്കി ലെയ്ത്തിൻ്റെ ബാക്കിയുള്ള എല്ലാം വരച്ചിടാം. ഒൺലി തിങ് ടെയിൽ സ്റ്റോക്ക് മാറ്റി ടററ്റ് വരയ്ക്കുക. ക്യാപ്സ്റ്റൻ്റെ കേസിൽ വരയ്ക്കുമ്പോൾ അതൊരു റാമിൻ്റെ മുകളിൽ വരയ്ക്കുക. റാമും ഹെക്സഗണൽ ടററ്റും വരയ്ക്കുക. ടററ്റ് ലെയ്ത്ത് അല്ലാതെ ടററ്റിനാണെങ്കിൽ ഒരു ടററ്റ് സാഡിലും അതിൻ്റെ മുകളിൽ ഹെക്സഗണൽ ടററ്റും വരയ്ക്കുക. ഓക്കെ, ബാക്കിയുള്ള കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സാണ് ഞാൻ പറഞ്ഞതുപോലെ 6 സൈഡഡ് ഹെക്സഗണൽ ബ്ലോക്ക് മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഫർദർ 2 ടൂൾ പോസ്റ്റ്, അതായത് നമ്മുടെ ക്യാരിയേജിൽ ഒരു ടൂൾ പോസ്റ്റ് മുതൽ 2 ടൂൾ പോസ്റ്റ് അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടൂൾ പോസ്റ്റ് അറ്റാച്ച് ചെയ്യാം. അങ്ങനെ മാക്സിമം ഈ 2 ലെയ്ത്തിലും 14 ടൂൾസ് അറ്റാച്ച് ചെയ്യാം. അങ്ങനെ 14 ടൂൾസ് അറ്റാച്ച് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ, യു ക്യാൻ ഹാവ് എ വെറൈറ്റി ഓഫ് ഓപ്പറേഷൻ വിത്തൗട്ട് വെറൈറ്റി ഓഫ് ഓപ്പറേഷൻസ് ക്യാൻ ബി ഡൺ ഓൺ ദ പർട്ടിക്കുലർ വർക്ക് പീസ്. നമുക്കൊരു വർക്ക് പീസിൽ ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസും വേണമെങ്കിൽ മാറ്റി ചെയ്യാം. നോ നീഡ് ടു റിമൂവ് ദ വർക്ക് പീസ് ഫോർ ഫർദർ ഓപ്പറേഷൻ. നമ്മൾ സാധാരണ ഒരു നോർമൽ ലെയ്ത്തിലാണെങ്കിൽ ഒരു ടേണിംഗ് ഓപ്പറേഷൻ കഴിഞ്ഞു, ഇനി അടുത്ത് എനിക്ക് അതിനകത്തൊരു ഡ്രില്ല് ചെയ്യണമെങ്കിൽ അതെല്ലാം മാറ്റി വീണ്ടും ഡ്രിൽ ബിറ്റ് പിടിപ്പിച്ച് അതിൻ്റെ ആവശ്യമുണ്ടോ, ഇല്ല. അപ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ്. ഓക്കെ, ദെൻ പ്രിൻസിപ്പൽ പാർട്സ് കൊടുത്തിട്ടുണ്ട്. അത് നോർമൽ ലെയ്ത്തിനെ പോലെ തന്നെ ഇത് നിങ്ങൾക്ക് വായിക്കാനാണ്. ഈ ടററ്റ് മാത്രം ഒന്ന് നോക്കുക. ടററ്റ് ക്യാപ്സ്റ്റണും ടററ്റ് ലെയ്ത്തിലും ഇറ്റ് ഈസ് ആൻ അറ്റാച്ച്മെൻറ്റ്. അപ്പം ഇവിടെ നോക്കിക്കേ, യു ക്യാൻ സി ദിസ് ഈസ് ദ ടററ്റ്, ഹെക്സഗണൽ ടററ്റ്. അപ്പോൾ ഈ ഓരോ ടററ്റിലും എന്ത് ചെയ്യും, ഓരോ ടൂൾ. ഇവിടെ ഒരു ചിലപ്പോൾ ഡ്രില്ലിംഗ് ടൂളായിരിക്കും, ഇവിടെ ചിലപ്പോൾ മില്ല് ചെയ്യാനുള്ളൊരു ടൂളായിരിക്കും, ഇവിടെ കട്ടിംഗ് ടൂളായിരിക്കും. അങ്ങനെ എത്ര ടൂളും നമുക്ക് 6 എണ്ണം ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഇനി എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ നേരത്തെ കണ്ട സാഡിലാണ്. അപ്പം നിങ്ങൾ കാണുന്ന ഹെക്സഗണൽ ടററ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്നിട്ട് ഇങ്ങനെ ആ ടററ്റിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ടററ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരച്ചാൽ മതിയായിരിക്കും കേട്ടോ, ഈ സാധനം വരച്ചാൽ മതിയായിരിക്കും ടററ്റ് ലെയ്ത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സംഭവം വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ടററ്റിൻ്റെ ബേസിക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഹോൾഡ് ഡിഫറെൻറ്റ് ടൂൾസ്, മേ ബി ലൈക്ക് 6 ടൂൾസ് അറ്റ് എ ടൈം. അപ്പോൾ ഹെക്സഗണൽ ടററ്റ് ഉള്ളതുപോലെ തന്നെ എന്തുണ്ട്, സ്ക്വയർ ടററ്റും അവൈലബിൾ ആണ്. പക്ഷേ യൂഷ്വലി നമ്മൾ ഹെക്സഗണൽ ടററ്റേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ടററ്റിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ നോട്ട്സിലുണ്ട്, വായിച്ചു നോക്കുക. ഇത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ തീരില്ല, അതുകൊണ്ടാണ്. ഇനി ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ടററ്റ് ആൻഡ് ക്യാപ്സ്റ്റൺ ലെയ്ത്ത് മിക്കവാറും ചോദിക്കും. കാരണം നോർമലി ലെയ്ത്താണ് ചോദിക്കാറുള്ളത് വരയ്ക്കാൻ. അപ്പോൾ ക്യാപ്സ്റ്റൺ ടററ്റ് ലെയ്ത്തും ഡിഫറൻസ് ചോദിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യാം. ഐദർ നിങ്ങൾക്ക് ക്യാപ്സ്റ്റൺ ടററ്റ് ലെയ്ത്ത് ഡയറക്റ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഡിഫറൻസ് ചോദിക്കാം. അപ്പോൾ അത് വായിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വേണം. ക്യാപ്സ്റ്റൺ ലെയ്ത്തിലാണെങ്കിൽ അതൊരു റാമിന് മുകളിലാണ്, ടററ്റ് ലെയ്ത്ത് എന്ന് പറഞ്ഞാൽ വെറും സാഡിൽ മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാം ഈസ് മൗണ്ടഡ് ഓൺ ദ സാഡിൽ സ്ലൈഡ്സ് ഓവർ ദ ബെഡ് ബേസ്. അപ്പം സാഡിൽ ഈസ് ഫിക്സ്ഡ് ഡ്യൂറിങ് മെഷീനിങ്, സാഡിൽ മൂവ് ചെയ്യാൻ പറ്റും. റാം ടററ്റ് ഹെഡ് കാൺ മൂവ് ക്രോസ് വെയ്സ്, മറ്റത് സാഡിലായതുകൊണ്ട് ടററ്റ് ഹെഡിന് ക്രോസ് വെയ്സ് മൂവ് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ജസ്റ്റ് വായിച്ച് നോക്കുക കേട്ടോ. ആൻഡ് സൈസ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓരോ ലെയ്ത്തിനും
സൈസ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നോർമൽ ലെയ്ത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തും എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സ്പെസിഫിക്കേഷൻസ് ഓഫ് എ ബോഡി പറയുന്നത് പോലെ. അപ്പോൾ അങ്ങനെ ഈ ഒരു ടററ്റ് ലെയ്ത്തിനും അല്ലെങ്കിൽ ക്യാപ്സ്റ്റൺ ലെയ്ത്തിനും ഉള്ള സ്പെസിഫിക്കേഷൻസ് ചോദിച്ചാൽ ഇതിൽ നിന്ന് എഴുതുക. So next one is automatic lathe. Actually നിങ്ങളുടെ സിലബസ് ലേറ്റ് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. In automatic lathe you need to study the capstan turret lathe കഴിഞ്ഞു, tool room lathe കഴിഞ്ഞു, and next thing you need to study is automatic lathe. അതിൽ തന്നെ single spindle automatic and multi spindle automatic, along with that horizontal and vertical. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് ലേത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി മെഷീൻ സെറ്റപ്പ് ആണ്. ഓൾ ദ മൂവ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ദ മാനുഫാക്ചറിങ് സൈക്കിൾ ആൻഡ് ദ ലോഡിംഗ് ഓഫ് വർക്ക് പീസസ് എല്ലാം ഓട്ടോമാറ്റിക് ആവാം. അത് ഫുള്ളി ഓട്ടോമാറ്റിക് ലെയ്ത്തുകൾ. സെമി ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനുവൽ ഓപ്പറേഷൻസും ഓട്ടോമാറ്റിക്കും കൂടെ ചേർന്നതാണ് എന്ത് ചെയ്യുന്നത്? സെമി ഓട്ടോമാറ്റിക്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫീഡും റിട്ടേൺ ട്രാവൽ ഓഫ് ദ ടൂളും അതെല്ലാം എന്താണ്? ടററ്റ് ഹെഡിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക് ആണെങ്കിൽ, ഫുള്ളി വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് മാനുവൽ ലേബറേഴ്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഫുള്ളി ഓട്ടോമാറ്റിക്, അല്ലെങ്കിൽ അത് സെമി ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ലെയ്ത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ ഇവിടെ ഇടാൻ കാരണം സിലബസിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. ഓട്ടോമാറ്റിക് ലെയ്ത്തിനെ ഹൊറിസോണ്ടൽ സ്പിൻഡിലും വെർട്ടിക്കൽ സ്പിൻഡിലും, ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഹൊറിസോണ്ടൽ സ്പിൻഡിൽ, വെർട്ടിക്കൽ സ്പിൻഡിൽ. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ സ്പിൻഡിൽ ആൻഡ് വെർട്ടിക്കൽ സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ സ്പിൻഡിലിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനേ ഉള്ളൂ. അത് നോർമൽ ലെയ്ത്ത് തന്നെയാണ്. അതിലാണ് നിങ്ങൾക്ക് സിംഗിൾ സ്പിൻഡിലും മൾട്ടിപ്പിൾ സ്പിൻഡിലും കൊടുത്തിരിക്കുന്നത്. സിംഗിൾ സ്പിൻഡിൽ ഇതും മൾട്ടിപ്പിൾ സ്പിൻഡിൽ ഇതും. അപ്പോൾ സിംഗിൾ സ്പിൻഡിലും മൾട്ടിപ്പിൾ സ്പിൻഡിലും എന്താണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് ഡീപ്പായിട്ട് ഇതിനകത്ത് പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല, കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് അല്ല. ഓക്കെ. അപ്പം ഇവിടെ സിംഗിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാവ് ഓൺലി വൺ സ്പിൻഡിൽ. സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഹെഡ് സ്റ്റോക്കിൽ നിന്ന് വരുന്നൊരു ഷാഫ്റ്റില്ലേ, അതുപോലത്തെ ഒരു സാധനമാണ് സ്പിൻഡിൽ. ആൻഡ് ദേ മെഷീൻ വൺ കമ്പോണൻ്റ് അറ്റ് എ ടൈം. മൾട്ടിപ്പിൾ സ്പിൻഡിൽ ഓട്ടോമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്പിൾ സ്പിൻഡിൽ സ്ക്രൂ മെഷീൻസ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് മോർ ദാൻ വൺ സ്പിൻഡിൽ. എത്ര? യൂഷ്വലി 4 to 8 സ്പിൻഡിൽ കാണും. They are either of parallel action type or progressive action type. അതായത് അതിൻ്റെ മൂവ്മെൻ്റ് ആണ്. അത് വിട്ടേക്കുക, അത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് സമയം പോകും. അപ്പോൾ മൾട്ടിപ്പിൾ സ്പിൻഡിൽ മെഷീൻസ് ഹാവ് ഹയർ പ്രൊഡക്ഷൻ റേറ്റ് ആസ് കമ്പയർഡ് ടു സിംഗിൾ സ്പിൻഡിൽ മെഷീൻസ്. അപ്പോൾ സിംഗിൾ സ്പിൻഡിൽ സ്ക്രൂ മെഷീനെ കമ്പയർ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ സ്പിൻഡിൽ മെഷീൻസിന് എന്ത് ചെയ്യുന്നു? ഒരുപാട് പ്രൊഡക്ഷൻ റേറ്റ്സുകൾ ഉണ്ട്. ഇത് കൂടാതെ ചോദിക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ് ബാർ സ്റ്റോക്ക്. ഇതൊന്നുമില്ല, ഇതൊക്കെ സിലബസിലില്ല. ഹൊറിസോണ്ടൽ സ്പിൻഡിൽ. ഹൊറിസോണ്ടൽ മിഡിൽ എന്ന് പറഞ്ഞാൽ സ്പിൻഡിൽ അറേഞ്ച്ഡ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. വെർട്ടിക്കൽ സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പിൻഡിൽ അറേഞ്ച്ഡ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻസ്. അപ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്യുമ്പം ഫ്ലോർ സ്പേസ് കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് സിംഗിൾ സ്പിൻഡിൽ, മൾട്ടിപ്പിൾ സ്പിൻഡിൽ, ഹൊറിസോണ്ടൽ സ്പിൻഡിൽ ആൻഡ് വെർട്ടിക്കൽ സ്പിൻഡിൽ മെഷീൻസ്. അപ്പോൾ ഇതിനെപ്പറ്റി സിംഗിൾ സ്പിൻഡിലിൻ്റെ ജസ്റ്റ് ഒരു എന്താ പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ബിക്കോസ് വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോൾ. ആവശ്യമുള്ളവർ യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദിസ് പർട്ടിക്കുലർ നോട്ട്സ്. ഓക്കെ. അപ്പോൾ സിംഗിൾ സ്പിൻഡിൽ സ്ക്രൂ മെഷീൻസിൻ്റെ അതായത് ഒറ്റ സ്പിൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ആ സ്പിൻഡിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതും എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സിംഗിൾ സ്പിൻഡിലിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ സ്പിൻഡിൽ. മൾട്ടിപ്പിൾ സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 എണ്ണം, 1 2 3 4. അത് വായിച്ചു നോക്കുക. ഓക്കെ. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇനി നമുക്ക് എന്താ ഉള്ളത്? So in the next part we will cover shaper, planer and slaughter. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ you can ask in the comment box. Okay, thank you for watching. Okay.